Hi all, welcome to Eduooz Academy. അപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അനലിസ്റ്റ് ഗ്രേഡ് 3 എക്സാമിന്റെ എക്സാം സിലബസ് നമ്മുടെ PSCന്റെ സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പഴയ സിലബസിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് വന്നേക്കുന്നത്. കുറച്ച് പോർഷൻസ് പോയിട്ടുണ്ട്, കുറച്ച് പുതിയ പോർഷൻസ് ആഡ് ആയിട്ടുണ്ട്. അപ്പൊ നല്ല വാസ്റ്റ് സിലബസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ള സിലബസ്. സോ തറവായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് എക്സാം വളരെ സ്മൂത്ത് ആയിട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒരു മാക്സിമം 5 hours എങ്കിലും നമ്മൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. 3 hours നമ്മുടെ ഡെയിലി തൊട്ട് 3 hours നമ്മുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഈ സിലബസിനെ പറ്റി ഷോർട്ട് ആയിട്ടൊന്ന് നിങ്ങളെടുത്ത് സമ്മറൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് വന്നേക്കുന്നത് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി ആൻഡ് പാത്തോഫിസിയോളജി. സോ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ ഫസ്റ്റ് വരുന്നത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സെൽ. ഒരു സെല്ലിനകത്തുള്ള ഓർഗനലീസിന്റെ സ്ട്രക്ചറും അത് ഓരോന്നിന്റെയും ഫങ്ഷൻസും ആണ്. അതിനകത്ത് വരുന്ന കുറെ കണ്ടന്റ്സ് ഉണ്ട്, ലൈക്ക് ട്രാൻസ്പോർട്ട് മെക്കാനിസം, പിന്നെ സെൽ ജംഗ്ഷൻസിനെ പറ്റി, അതുപോലെ സെൽ ടു സെൽ കമ്മ്യൂണിക്കേഷൻ, പിന്നെ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നലിംഗ് പാത്ത് വേസ്, പിന്നെ ഓരോ ടൈപ്പ് ഓഫ് ലൈക്ക് സിഗ്നലിംഗ്, അത് കോൺടാക്ട് ഡിപ്പെൻഡന്റ്, പാരാക്രൈൻ, ഓട്ടോക്രൈൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സെല്ല് കൂടി ചേർന്നിട്ട് ടിഷ്യൂസ് ആണ്. സോ ക്ലാസിഫിക്കേഷൻ ഓഫ് ടിഷ്യൂസ്, ഓരോ ടിഷ്യൂസിന്റെ സ്ട്രക്ചർ, അതിന്റെ എക്സാമ്പിൾസ് എക്സെട്ര. അതുപോലെ തന്നെ സെല്ലിന്റെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് പോലെ തന്നെ സെക്കൻഡ് യൂണിറ്റ് ആണ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്കിൻ. സ്കിന്നിന്റെ ഓരോരോ പാർട്സും അതുപോലെ ഓരോന്നിന്റെയും ഫങ്ഷൻസും. നെക്സ്റ്റ് വൺ തേർഡ് പോർഷൻ ഇസ് സ്കെലിറ്റൽ സിസ്റ്റം. നമുക്കറിയാം ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗൻ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് അനാറ്റമി ആൻഡ് ഫിസിയോളജി ഫുള്ള് വരുന്നത്. അപ്പോൾ സ്കെൽറ്റൽ സിസ്റ്റത്തിനകത്ത് സ്കെൽറ്റൽ സിസ്റ്റത്തിന്റെ ഡിഫറെന്റ് ഡിവിഷൻസ് ലൈക്ക് ആക്സിയൽ സ്കെൽട്ടൺ, അപ്പൻഡിക്കുലർ സ്കെൽട്ടൺ, പിന്നെ ഓരോ ടൈപ്സ് ഓഫ് ബോൺസ്, അതുപോലെ ഓരോ ബോൺസിന്റെയും ഫീച്ചേഴ്സും അതിന്റെ ഫങ്ഷൻസും, അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് സ്കെലിറ്റൽ മസിൽ, ദെൻ കോൺട്രാക്ഷൻ, ന്യൂറോമസ്കുലർ ട്രാൻസ്മിഷൻ, ന്യൂറോമസ്കുലർ ജംഗ്ഷൻ, ടൈപ്സ് ഓഫ് ജോയിന്റ്സ് ആൻഡ് ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ജോയിന്റ് മൂവ്മെന്റ്സ് എക്സെട്ര. ദെൻ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് ബ്ലഡ്, നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഫ്ലൂയിഡ്സിനെ പറ്റി അതുപോലെ ബ്ലഡിനെ പറ്റിയിട്ടാണ് ഫോർത്ത് യൂണിറ്റ്. അതുപോലെ ബ്ലഡിനകത്തുള്ള ഓരോ കമ്പോണൻസിന്റെ ഫങ്ഷൻസും, അതുപോലെ ബ്ലഡിന്റെ കോമ്പോസിഷൻ, പിന്നെ അതുപോലെ ഡിഫറെന്റ് പ്രോസസ് ഉണ്ട്, ഹീമോപോയിസിസ്, അതുപോലെ ഹീമോഗ്ലോബിന്റെ ഫോർമേഷൻ, ഡിഫറെന്റ് മെക്കാനിസംസ് ലൈക്ക് കോയാഗുലേഷൻ, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ്, ദെൻ RH ബ്ലഡ് ഗ്രൂപ്പ്, ദെൻ ദ ലിംഫാറ്റിക് സിസ്റ്റം, ദ ലിംഫാറ്റിക് ഓർഗൻസ്, അതുപോലെ തന്നെ ലിംഫ് സർക്കുലേഷൻ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ ലിംഫ്. ആൻഡ് ദ ഫിഫ്ത്ത് യൂണിറ്റ് is about the sense organs, നമ്മുടെ ബോഡിയിലുള്ള സെൻസ് ഓർഗൻസ് ലൈക്ക് ഐ, ടങ്, നോസ്, ഇയർ, അങ്ങനെ ഓരോ ഐ, ഇയർ, നോസ്, ടങ് അതിന്റെ ഓരോന്നിന്റെയും സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസും, പിന്നെ അതിന് വരാവുന്ന ഓരോ ടൈപ്പ് ഓഫ് ഡിസോർഡേഴ്സ്. The next portion is sixth unit is about cardiovascular system. നമുക്കറിയാം cardiovascular system മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹാർട്ടിലാണ്. സോ ഹാർട്ടിന്റെ അനാറ്റമി, അതുപോലെ നമുക്കറിയാം കണ്ടക്ഷൻ സിസ്റ്റം ഉണ്ട്, കുറെ കമ്പോണൻസ് എല്ലാം വന്നിട്ട് അതിന്റെ ഓരോ ഡിഫറെന്റ് മെക്കാനിസം ഉണ്ട്. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് ഇങ്ങനെ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്ന, അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എലമെന്റ്സ് ഓഫ് കണ്ടക്ഷൻ സിസ്റ്റം. ദെൻ അബൌട്ട് ഹാർട്ട് ബീറ്റ്, ഇറ്റ്സ് റെഗുലേഷൻ ബൈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. Then cardiac output, cardiac cycle, and the regulation of BP, pulse, and electrocardiogram, that's the ECG. Then സെവൻത് യൂണിറ്റ് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. ഓർഗനൈസേഷൻ ഓഫ് നെർവസ് സിസ്റ്റം, ദെൻ ദ ന്യൂറോൺസ്, ദെൻ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് ന്യൂറോൺസ്, അതുപോലെ നെർവ് ഇമ്പൾസിനെ പറ്റിയും, അതുപോലെ പെരിഫറൽ നെർവസ് സിസ്റ്റം. നമുക്കറിയാം നെർവസ് സിസ്റ്റത്തിന്റെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറും അതിന്റെ ഫങ്ഷൻസും, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നെർവ്സ് ഉണ്ട്, അതിൽ ക്രേനിയൽ നെർവ്സ്, ദെൻ സ്പൈനൽ നെർവ്സ്, അതിന്റെ ഒറിജിനും അതിന്റെ ഫങ്ഷൻസും, പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം അതിൽ വരുമ്പോഴേക്കും നമുക്കറിയാം ബ്രെയിൻ ആണ് മെയിൻ ആയിട്ട് വരിക, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. സോ ബ്രെയിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബ്രെയിനിന്റെ ഓരോരോ ക്യാവിറ്റീസും അതിനകത്തുള്ള ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിനെ പറ്റി. പിന്നെ അതിന്റെ ഔട്ടർ കവറിംഗ് ആണ് മെനിഞ്ചസ്, സോ മെനിഞ്ചസിനെ പറ്റി. ദെൻ ദ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ബ്രെയിൻ, നമുക്കറിയാം ബ്രെയിനിൽ കുറെ പാർട്സ് ഉണ്ട്, സെറിബ്രം, സെറിബെലം, മെഡുല്ല, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാർട്സ് ഓഫ് ബ്രെയിൻ. അതുപോലെ സ്പൈനൽ കോഡിന്റെയും ഗ്രോസ് ആയിട്ടുള്ള സ്ട്രക്ചർ, ദെൻ ദ ഫങ്ഷൻസ് ഓഫ് അഫറന്റ് ആൻഡ് ഇഫറന്റ് നെർവ് ഫൈബേഴ്സ്, ആൻഡ് അബൌട്ട് ദി reflex action.
Then the eighth system, digestive system. Anatomy full നമ്മൾ ബോഡി സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ്. എയ്ത്ത് യൂണിറ്റ് ഏതാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറ്റിയാണ്. അനാറ്റമി ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ടിന്റെ ഒരു ഓവറോൾ അനാറ്റമി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദി അനാറ്റമി ആൻഡ് ഫങ്ഷൻസ് ഓഫ് സ്റ്റൊമക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ, അനാറ്റമി ആൻഡ് ഫങ്ഷൻസ് ഓഫ് സലൈവറി ഗ്ലാൻഡ്സ്, pancreas, liver, then the movements of GIT. നമുക്കറിയാം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ തൊട്ട് ആ എൻറ്റയർ പ്രോസസ്സ് കുറേ സ്മോൾ പ്രോസസ്സിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ആണ് ഈ ഡൈജഷൻ എന്ന് പറയുന്നത്. സോ അതിനുള്ള ഏതൊക്കെ മൂവ്മെന്റ്സ് ആണ്, സ്പിഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്, ഏതൊക്കെ പ്രോസസ്സ് വഴിയാണ് ന്യൂട്രിയൻസ് അബ്സോർബ് എന്നുള്ളതുണ്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഇവിടെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻഡസ്റ്റൈൻ, ലാർജ് ഇൻഡസ്റ്റൈൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ 9th യൂണിറ്റ് ഇസ് അബൌട്ട് റെസ്പിറേറ്ററി സിസ്റ്റം, അനാറ്റമി ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ അനാറ്റമി ഓഫ് ലങ്സ്. അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന എവിടെയാണ്? ലങ്സിന്റെ അനാറ്റമി ആണ്. മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ ഒരു ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ, ദെൻ റെഗുലേഷൻ ഓഫ് റെസ്പിറേഷൻ, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലങ് വോളിയം കപ്പാസിറ്റീസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ലങ് വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്, ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഓക്സിജൻ, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ആൻഡ് റിസസിറ്റേഷൻ മെത്തേഡ്സ്. Then 10th unit is about urinary system, anatomy of urinary tract with special reference to the anatomy of kidney. Kidney ആണ്, കിഡ്നിയും അതുപോലെ തന്നെ നെഫ്രോൺസ് എന്ന് പറയുന്നത് കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ്. സോ നെഫ്രോൺസിനെ പറ്റി, പിന്നെ കിഡ്നിയുടെ ഫങ്ഷൻസും യൂറിനറി ട്രാക്റ്റിലുള്ള ബാക്കിയുള്ള സ്ട്രക്ചേഴ്സിന്റെ ഫങ്ഷൻസിനെ പറ്റി, ദെൻ ഫിസിയോളജി ഓഫ് യൂറിൻ ഫോർമേഷൻ, മിക്ചുറേഷൻ, റിഫ്ലക്സ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് കിഡ്നി. അപ്പൊ യൂറിൻ ഫോർമേഷന് മുന്നേ കുറെ പ്രോസസ്സിൽ കൂടി കടന്നു പോകുന്നുണ്ട്. സോ ആ ഒരു പ്രോസസ്സിനെ പറ്റി കംപ്ലീറ്റ് പറയുന്നുണ്ട് നമ്മൾ. പിന്നെ മിക്ചുറേഷൻ, റിഫ്ലെക്സ് ആൻഡ് ദി കിഡ്നി ഡിസോർഡേഴ്സ്, ഇത്രയാണ് യൂറിനറി സിസ്റ്റത്തിൽ പഠിക്കുക. ദെൻ ദ 11th യൂണിറ്റ് ഇസ് അബൌട്ട് എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തിൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോർമോൺസ്, അതുപോലെ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ, സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, പാരാതൈറോയിഡ് ഗ്ലാൻഡ്, അഡ്രീനൽ ഗ്ലാൻഡ്, പാൻക്രിയാസ്, പീനൽ ഗ്ലാൻഡ് ആൻഡ് തൈമസ്. അതായത് എൻഡോക്രൈൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഹോർമോൺസ് അല്ലെങ്കിൽ ബോഡിയിലുള്ള ഗ്ലാൻഡ്സിനെ പറ്റിയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്, അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ്. സോ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടും ഈ പറയുന്ന ഗ്ലാൻഡ്സിനെ പറ്റിയും കറസ്പോണ്ടിങ് ഗ്ലാൻഡ്സ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. Next one, 12th unit is about reproductive system. Reproductive systemത്തിൽ both male and female reproductive systemത്തിന്റെ anatomy, then anatomy മാത്രമല്ല അതുപോലെ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഓരോ പാർട്സിന്റെ ഓരോ ഫങ്ഷൻസ്, അതുപോലെ സെക്സ് ഹോർമോൺസ്, ഫിസിയോളജി ഓഫ് മെൻസ്ട്രുവേഷൻ, then fertilization, spermatogenesis, oogenesis, pregnancy and parturition. അപ്പൊ ഇത്രയും പോർഷൻസ് ആണ് ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ വരുന്നത്. പിന്നെ മൊഡ്യൂൾ 1 വരുന്ന അടുത്ത ഒരു പോർഷൻ ആണ് പാത്തോഫിസിയോളജി. അപ്പൊ പാത്തോഫിസിയോളജിയിൽ നമ്മൾ പഠിക്കുന്ന ഈ നമ്മൾ അനാറ്റമി ആൻഡ് ഫിസിയോളജിയിൽ പഠിച്ചിട്ടുള്ള പാർട്സിന്റെ ഒക്കെ ഒരു പാത്തോളജിക്കൽ പാർട്ടാണ് നമ്മൾ പാത്തോഫിസിയോളജിയിൽ പഠിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? ബേസിക് മെക്കാനിസം ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് ഇൻഫ്ലമേഷൻ ആൻഡ് റിപ്പയർ. അതായത് ഇൻഫ്ലമേഷന്റെ ഒരു ക്ലിനിക്കൽ സയൻസ്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലമേഷൻ, ദെൻ മെക്കാനിസം ഓഫ് ഇൻഫ്ലമേഷൻ, അതായത് ആ ഒരു ഇൻഫ്ലമേഷന്റെ മെക്കാനിസം പഠിക്കുമ്പോൾ കുറെ പ്രോസസ്സ് വരുന്നുണ്ട്, അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ മീഡിയേറ്റേഴ്സ് ഓഫ് ഇൻഫ്ലമേഷൻ, ഇൻഫ്ലമേഷനെ ഹെൽപ്പ് ചെയ്യുന്ന മീഡിയേറ്റേഴ്സ് ഏതൊക്കെയാണ്? ലൈക്ക് കുറച്ച് ബ്ലഡ് സെൽസും അതുപോലെയുള്ള കുറച്ച് സെല്ലുകൾ നമ്മുടെ ഈ ഇൻഫ്ലമേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതിനെയാണ് മീഡിയേറ്റേഴ്സ് എന്ന് പറയാം. സോ അത്, പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ബോൺ ഹീലിംഗ് ഇൻ ദ സ്കിൻ, ആൻഡ് ഫൈനലി pathophysiology of atherosclerosis. Then second unit is about hematological diseases, blood ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സ് ആണ് സെക്കൻഡ് യൂണിറ്റിൽ. അതായത് മെയിൻ ആയിട്ടും അനീമിക് കണ്ടീഷൻസ് ആണ് ഇവിടെ വരുന്നത്. അയൺ ഡെഫിഷ്യൻസി അനീമിയ, മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, ദെൻ സിക്കിൾ സെൽ അനീമിയ. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനീമിയനെ പറ്റിയിട്ടാണ് ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തേർഡ് യൂണിറ്റ് ഇസ് അബൌട്ട് എൻഡോക്രൈൻ സിസ്റ്റം. അതായത് നമ്മൾ പറഞ്ഞു ഓൾറെഡി HAP പാർട്ടിയിൽ, അതായത് കുറച്ച് ഹോർമോൺസ് ആൻഡ് ഗ്ലാൻഡ്സിനെ പറ്റിയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ ഗ്ലാൻഡ്സ് ഉണ്ടാവുന്ന കുറച്ച് ഡിസോർഡേഴ്സ് ആണ് ഇവിടെ പഠിക്കുന്നത്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഹോർമോണിന്റെ സെക്രീഷൻ കുറവായിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ടോ ഉണ്ടാവുമ്പോൾ നമുക്കൊരു കറസ്പോണ്ടിങ് പാത്തോളജിക്കൽ സ്റ്റേറ്റ് ആണ് വരുന്നത്. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവുന്ന ഡിസീസുകളെ പറ്റിയിട്ടാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം യൂണിറ്റിൽ പഠിക്കുന്നത്. മെയിൻ ആയിട്ടും ഡയബറ്റിസ്, തൈറോയിഡ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ദി സെക്സ് ഹോർമോൺസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർത്ത് യൂണിറ്റ് ഇസ് അബൌട്ട് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൽ മെയിൻ ആയിട്ടും CNS ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസോർഡേഴ്സ് ലൈക്ക് എപ്പിലെപ്സി, പാർക്കിൻസൺസ് ഡിസീസ്, അൾസൈമേഴ്സ് ഡിസീസ്, സ്ട്രോക്ക്, ദെൻ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഡിപ്രഷൻ, ഷിസോപ്രീനിയ എക്സെട്ര.
Then the fifth unit is inflammatory bowel disease, then jaundice, hepatitis A, B, C, D, E, then the alcoholic liver diseases. സിക്സ്ത് യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോൺസിനും ജോയിന്റ്സിനും വരുന്ന ഡിസോർഡേഴ്സ്. അതിനകത്ത് വരുന്ന എന്തൊക്കെയാണ്? ആർത്രൈറ്റിസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ് ആൻഡ് ഗൗട്ട്. Then seventh unit is about principles of cancer. Enter a process, അതിന്റെ etiology, then the pathogenesis and the classification. നമുക്കറിയാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്യൂമേഴ്സ് ഉണ്ട്. അപ്പൊ അതിനുള്ള ക്ലാസിഫിക്കേഷനും അതിന്റെ റൂട്ട് കോസും ലൈക്ക് എത്തിയോളജിയും അതുപോലെ തന്നെ അതിന്റെ ഒരു പാത്തോജെനസിസും ആണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. എയ്ത്ത് യൂണിറ്റ് എന്താണ്? ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അതായത് മെയിൻ ആയിട്ടും ഓരോ പാർട്സിന്റെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന ഡിസീസ് ലൈക്ക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുമ്പോൾ ബ്രെയിനിന്റെ ആ ഒരു കവറിങ്ങിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിസീസ് ആണ്. അതുപോലെ ടൈഫോയിഡ്, ദെൻ ലെപ്രസി, ട്യൂബർകുലോസിസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എക്സെട്ര. ആൻഡ് ഫൈനലി ദ നയൻത് യൂണിറ്റ് ഇസ് അബൌട്ട് STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ലൈക്ക് എയ്ഡ്സ്, സിഫിലിസ് ആൻഡ് ഗോഡോറിയ. സോ മൊഡ്യൂൾ 2 വരുന്ന പോർഷൻസ് അതായത് ഫാർമസ്യൂട്ടിക്സ്, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ്, ഫോർമുലേറ്റീവ് ഫാർമസി ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ്, ഇത്രയും സബ്ജക്ട്സ് ആണ് മൊഡ്യൂൾ 2 വരുന്നത്. ഓക്കെ, നമുക്കറിയാം ഫാർമസ്യൂട്ടിക്സിനകത്ത് മെയിൻ ആയിട്ട് ഇത് ഡീൽ ചെയ്യുന്നത് ഫസ്റ്റ് യൂണിറ്റ് ഫാർമക്കോപ്പിയ. നമുക്കറിയാം ഡിഫറെന്റ് എഡിഷൻസ് ഉണ്ട് ഫാർമക്കോപ്പിയുടെ. അപ്പൊ ഏതൊക്കെ എഡിഷൻസ് ഏതൊക്കെ ഇയറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതുപോലെ നമ്മൾ ഈ ഒരു പോർഷനിലാണ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ, അതുപോലെ ബ്രിട്ടീഷ് ഫാർമക്കോപ്പിയ, പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫാർമക്കോപ്പിയ, അതുപോലെ എക്സ്ട്രാ ഏതെങ്കിലും ലൈക്ക് ആയുർവേദിക് ഇതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രാ ഫാർമക്കോപ്പിയാസ്. അപ്പം ഫാർമക്കോപ്പിയാണ് ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോസേജ് ഫോം. അതായത് ഓരോ ഡോസേജ് ഫോം ഉണ്ട്, ലൈക്ക് സോളിഡ് ഡോസേജ് ഫോം, ലിക്വിഡ്, അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഡോസേജ് ഫോം ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും ക്ലാസിഫിക്കേഷൻസും ഓരോന്നിന്റെയും ഡെഫിനിഷൻസും ആണ് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ. മൂന്നാമത്തെ പ്രിസ്ക്രിപ്ഷൻ റൈറ്റിംഗ് ആണ്. ഒരു പ്രിസ്ക്രിപ്ഷന്റെ ഡെഫിനിഷൻ എന്താണ്, അതുപോലെ പ്രിസ്ക്രിപ്ഷനുള്ള ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് പാർട്സ്, അതുപോലെ ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ ആൻഡ് എറേഴ്സ് ഇൻ പ്രിസ്ക്രിപ്ഷനിങ്, ഇത്രയാണ് തേർഡ് യൂണിറ്റിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഫോർത്ത് വൺ പോസോളജി, അതായത് നമ്മൾ ഈ ഡ്രഗ് അതിന്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ അതിന് കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമുലാസ് ഉണ്ട്. അതുപോലെ ഈ പോസോളജിയുടെ ഡെഫിനിഷൻ, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പോസോളജി, പിന്നെ പീഡിയാട്രിക് ഡോസ് കാൽക്കുലേഷൻസ് ബേസ്ഡ് ഓൺ ഏജ്, ബോഡി വെയിറ്റ് ആൻഡ് ബോഡി സർഫസ് ഏരിയ. അതായത് കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമുല ഞാൻ പറഞ്ഞു ഓൾറെഡി. യങ്സ് ഫോർമുല, ക്ലാർക്സ് ഫോർമുല, അങ്ങനെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോർമുലാസ് ഉണ്ട്. ഏജ് അനുസരിച്ചിട്ടും അതുപോലെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പോസോളജിയിൽ വരുന്നത്. Then so fifth unit is about pharmaceutical calculations. അതായത് കൂടുതലും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? വെയ്റ്റ്സ്, മെഷേഴ്സ്, ഇംപീരിയൽ ആൻഡ് മെട്രിക് സിസ്റ്റം, then the calculations involving percentage solution, alligation, proof, spirit, isotonic solutions based on freezing point and molecular weight, etc. Then next unit is about powders. അതായത് അതിന്റെ ഡെഫിനിഷൻ, ലൈക്ക് നമുക്കറിയാം കോമ്പൗണ്ട് പൗഡർ, കുറെ ടൈപ്പ് ഓഫ് പൗഡേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ, then അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ ഓരോന്നിന്റെയും അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ദെൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് പൗഡേഴ്സ്, ഒഫീഷ്യൽ പ്രിപ്പറേഷൻസ്, ഡസ്റ്റിംഗ് പൗഡേഴ്സ്, എഫർവസൻ, എഫ്ലോറസൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൗഡേഴ്സിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ജോമെട്രിക് ഡൈലൂഷൻ. അത് ഈ ഒരു സെക്ഷനിലാണ് വരുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് ഇസ് അബൌട്ട് ലിക്വിഡ് ഡോസേജ് ഫോം. അതായത് ഓരോ ലിക്വിഡ് ഡോസേജ് ഫോമിന്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും, അതുപോലെ നമ്മൾ ഈ ലിക്വിഡ് ഡോസേജ് ഫോംസിൽ യൂസ് ചെയ്യുന്ന എക്സിപിയൻസ്, അതായത് അഡിറ്റീവ്സിനെ പറ്റിയിട്ടുമാണ് ആ ഒരു സെക്ഷനിൽ. ലിക്വിഡ് ഡോസേജ് ഫോമിൽ തന്നെ മോണോഫേസിക് ആൻഡ് ബൈഫേസിക് ഉണ്ട്. മോണോഫേസിക് അതായത് ഗാർഗിൾസ്, മൗത്ത് വാഷസ്, ദെൻ നേസൽ ഡ്രോപ്സ്, ത്രോട്ട് പെയിൻ, ഇയർ ഡ്രോപ്പ്, എനിമാസ്, സിറപ്പ്, എലിക്സേഴ്സ്, ലിനിമെന്റ്സ് ആൻഡ് ലോഷൻസ്. ബൈഫേസിക്കിൽ സസ്പെൻഷൻ വരുന്നുണ്ട്, എമൾഷൻ വരുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. സസ്പെൻഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. അതുപോലെ എമൾഷൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എമൾസിഫൈങ് ഏജൻസ്, അതുപോലെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ നമ്മൾ ഈ ഒരു എമൾഷന്റെ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ചെക്ക് ചെയ്യാൻ ഡിഫറെന്റ് ടൈപ്പ് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ, അതുപോലെ അതിന്റെ സ്റ്റെബിലിറ്റി പ്രോബ്ലംസ് ആൻഡ് മെത്തേഡ്സ് ടു ഓവർകം സൊല്യൂഷൻസ് ഒക്കെയാണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്.
നെക്സ്റ്റ് വൺ കമ്മിങ് ടു സപ്പോസിറ്ററി പാർട്ട്, അതിന്റെ അതുപോലെ തന്നെ ഡെഫിനേഷൻസ്. നമ്മൾ ഈ ഒരു കംപ്ലീറ്റ് ഫാർമസ്യൂട്ടിക്സ് പോർഷനിൽ നമ്മൾ ഏതൊക്കെ ഡോസേജ് ഫോമിനെ പറ്റി പഠിക്കുന്നു അതിന്റെയൊക്കെ ഡെഫിനിഷൻസും അതിനകത്ത് വരുന്ന ക്ലാസിഫിക്കേഷൻസും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ഇവിടെ അതുപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്സ്, അതുപോലെ അഡ്വാൻറ്റേജസ്, ഡിസ്അഡ്വാൻറ്റേജസ്, പിന്നെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, പിന്നെ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് ഡിസ്പ്ലേസ്മെന്റ് വാല്യൂ, അതുപോലെ ദ കറസ്പോണ്ടിങ് കാൽക്കുലേഷൻസ്, അതുപോലെ ഇവാലുവേഷൻ ഓഫ് ദി സപ്പോസിറ്ററീസ്. നെക്സ്റ്റ് വൺ ഫാർമസ്യൂട്ടിക്കൽ ഇൻകോമ്പാറ്റബിലിറ്റീസ്. അത് വരുമ്പോഴും ഡെഫിനിഷൻ, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട് അവിടെ, ഫിസിക്കൽ, കെമിക്കൽ, അതുപോലെ തെറാപ്യൂട്ടിക്കൽ എക്സെട്ര. അതും ഓരോ ഇൻകോമ്പാറ്റബിലിറ്റിയുടെ എക്സാമ്പിൾസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ആ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ സെമി സോളിഡ് ഡോസേജ് ഫോമിലേക്ക് വരുമ്പോൾ കൂടുതലും അതിന്റെ ഡെഫിനിഷൻ, ഇതുപോലെ തന്നെ ഡെഫിനിഷനും ക്ലാസിഫിക്കേഷനും അതുപോലെ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ അതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാണ്ട് ഏതൊക്കെ മെത്തേഡ്സിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യും, ഇപ്പൊ ഓയിൽമെന്റ്സ്, പേസ്റ്റ്, ക്രീം, ജെല്ലൊക്കെയാണ് സെമി സോഡിൽ വരുന്നത്. അപ്പൊ ഏതൊക്കെ മെത്തേഡ് വഴി നമ്മൾ ഇത് ഓരോന്നും പ്രിപ്പയർ ചെയ്യുന്നുള്ളത് ഇവിടെ നോക്കുക. അതുപോലെ അതിന്റെ എക്സിപിയൻസ് യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇവാലുവേഷൻ ഓഫ് സെമി സോളിഡ് ഡോസേജ് ഫോംസും ആണ് നമ്മൾ നോക്കുന്നത്. ഇനി ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സിലേക്ക് വരുമ്പോൾ കൂടുതലും നമ്മൾ ലൈക്ക് കേട്ടോണ്ടിരിക്കുന്ന ഒരു അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധനമാണ്, അതായത് റിയോളജി അല്ലെങ്കിൽ മൈക്രോമെറിറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം. അതായത് ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് മൈക്രോമെറിറ്റിക്സ്. അതായത് പൗഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അതിൽ പാർട്ടിക്കിൾ സൈസ്, അതിന്റെ ആവറേജ് പാർട്ടിക്കിൾ സൈസ്, അതുപോലെ നമ്പർ ആൻഡ് വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ, ദെൻ കുറെ കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് മൈക്രോമെറിറ്റിക്സിനകത്ത്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഈ ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. ദെൻ ദ സെക്കൻഡ് പോർഷൻ ഇസ് കോംപ്ലക്സേഷൻ ആൻഡ് പ്രോട്ടീൻ ബൈൻഡിങ്. കോംപ്ലക്സേഷൻ, പ്രോട്ടീൻ ബൈൻഡിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ കോംപ്ലക്സേഷന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അതുപോലെ ആപ്ലിക്കേഷൻസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് അനാലിസിസ്, പ്രോട്ടീൻ ബൈൻഡിങ്, കോംപ്ലക്സേഷൻ ആൻഡ് ഡ്രഗ് ആക്ഷൻ, ക്രിസ്റ്റലൈൻ സ്ട്രക്ചേഴ്സ് ഓഫ് കോംപ്ലക്സസ് ആൻഡ് തെർമോഡൈനാമിക് ട്രീറ്റ്മെന്റ് ഓഫ് സ്റ്റെബിലിറ്റി കോൺസ്റ്റൻസ്. ഇനി പിന്നെ പഠിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ pH നെ പറ്റിയും ബഫേഴ്സിനെ പറ്റിയും ഐസോട്ടോണിക് സൊല്യൂഷൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് വൺ റിയോളജി. റിയോളജി എന്ന് പറഞ്ഞത് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതായത് അവിടെ കുറെ സിസ്റ്റംസ് ഉണ്ട്, പിന്നെ അതുപോലെ പ്ലാസ്റ്റിക്, സ്യൂഡോപ്ലാസ്റ്റിക്, അങ്ങനെ കുറച്ച് ടേംസ് വരുന്നുണ്ട്. ന്യൂട്ടോണിയൻ സിസ്റ്റം, അതുപോലെ ലോ ഓഫ് ഫ്ലോ, കൈനമാറ്റിക് വിസ്കോസിറ്റി, എഫക്ട് ഓഫ് ടെമ്പറേച്ചർ, അതുപോലെ നോൺ ന്യൂട്ടോണിയൻ സിസ്റ്റം, സ്യൂഡോപ്ലാസ്റ്റിക്, ഡൈലേറ്റൻസ്, പ്ലാസ്റ്റിക്, തിക്സോട്രോപ്പി, അതുപോലെ നെഗറ്റീവ് തിക്സോട്രോപ്പി, അങ്ങനെ കുറെ ടേംസ് തിക്സോട്രോപ്പി റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ വിസ്കോസിറ്റി, കാപ്പിലറി, ദെൻ ഫോളിംഗ് സ്പിയർ, റൊട്ടേഷണൽ വിസ്കോമീറ്റർ, ഇതൊക്കെയാണ് റിയോളജിയുടെ അകത്ത് വരുന്നത്. നെക്സ്റ്റ് വൺ കോഴ്സ് ഡിസ്പെർഷൻ, സസ്പെൻഷൻ, ഇന്റർഫേഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി സസ്പെൻഡഡ് പാർട്ടിക്കിൾസ്, അതുപോലെ സെറ്റ്ലിംഗ്, ദെൻ ഫോർമുലേഷൻ ഓഫ് സസ്പെൻഷൻ, പിന്നെ എമൾഷൻസും അതിന്റെ കറസ്പോണ്ടിങ് തിയറീസ് ഓഫ് എമൾസിഫിക്കേഷൻസ്, പിന്നെ അതുപോലെ മൈക്രോ എമൾഷൻ. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെയും നമ്മൾ ഓൾറെഡി പറഞ്ഞു, എമൾഷന്റെ സ്റ്റെബിലിറ്റി ഇതിനെപ്പറ്റി നമ്മൾ സ്യൂട്ടിക്സിൽ പറയുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്സിൽ. അതേപോലെ തന്നെ ഫിസിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് എമൾഷൻസ്, ദെൻ പ്രിസർവേഷൻ ഓഫ് എമൾഷൻ ആൻഡ് റിയോളജിക്കൽ പ്രോപ്പർട്ടി. അതായത് അത് ഓരോന്നിന്റെ റിയോളജി നമ്മൾ പറഞ്ഞു, ഈ തിക്സോട്രോപ്പി, അതുപോലെ ന്യൂട്ടോണിയൻ ലോ, നോൺ ന്യൂട്ടോണിയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതും എമൾഷനും കൂടി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് വൺ ഫോർമുലേറ്റീവ് ഫാർമസി. ഫോർമുലേറ്റീവ് ഫാർമസി നമ്മൾ ഓൾറെഡി നമുക്കറിയാം, അതായത് ടാബ്ലറ്റ്സ്, ക്യാപ്സ്യൂൾസ്, അതുപോലെ പാരന്ററൽ പ്രോഡക്ട്സ്, ഒഫ്താൽമിക് പ്രോഡക്ട്സ്, നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാബ്ലറ്റ്സ്, നമ്മൾ യൂസ് ചെയ്യുന്ന എക്സിപ്പിയൻസ്, അതുപോലെ ഫോർമുലേഷൻ, അതെങ്ങനെ നമുക്ക് അത് പ്രിപ്പയർ ചെയ്യാം, പിന്നെ ഗ്രാനുലേഷൻ മെത്തേഡ്സ്, കംപ്രഷൻ ആൻഡ് പ്രോസസിങ് പ്രോബ്ലം, പിന്നെ എക്യുപ്മെന്റ്സ് ആൻഡ് ടാബ്ലറ്റ് ടൂളിംഗ്, പിന്നെ ടാബ്ലറ്റ് കോട്ടിംഗിലേക്ക് വരുമ്പം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോട്ടിംഗ് നമുക്കറിയാം, ഷുഗർ കോട്ടിംഗ്, എൻറ്ററിക് കോട്ടിംഗ്, അങ്ങനെ കുറെ കോട്ടിങ്സ് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മൾ കോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ്, അതുപോലെ തന്നെ കോട്ടിംഗ് കോമ്പോസിഷന്റെ ഫോർമുലേഷൻ, പിന്നെ മെത്തേഡ്സ് ഓഫ് കോട്ടിംഗ്, ദെൻ എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ കോട്ടിംഗ്, അതുപോലെ ടാബ്ലറ്റ് കോട്ടിംഗിൽ ഉണ്ടാവുന്ന ഡിഫക്ട്സ്, ദെൻ ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്, ഇൻ പ്രോസസ് ആൻഡ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ടെസ്റ്റ്. ഇനി സെക്കൻഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ. അവിടെ ഹാർഡ് ജെലാറ്റിൻ ക്യാപ്സ്യൂളും ഉണ്ട്, സോഫ്റ്റ് ജെലാറ്റിൻ ക്യാപ്സ്യൂൾസും ഉണ്ട്. രണ്ട് ക്യാപ്സ്യൂൾസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഫോർമുലേഷൻ, നമ്മൾ ഏതൊക്കെ കമ്പോണൻസ് യൂസ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെ അതിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, പിന്നെ അതിന്റെ ക്വാളിറ്റി കൺട്രോൾ, അതിന്റെ സ്റ്റെബിലിറ്റി, അങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ക്യാപ്സ്യൂൾ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ പെല്ലറ്റ്. ഇൻട്രൊഡക്ഷൻ, ഫോർമുലേഷൻ റിക്വയർമെന്റ്സ്, പെല്ലറ്റൈസേഷൻ പ്രോസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ മാനുഫാക്ചർ ഓഫ് പെല്ലറ്റ്. Then
പാരന്റൽ പ്രോഡക്ട്സിൽ നമ്മൾ മെയിൻ ആയിട്ടും അതിന്റെ എന്തുകൊണ്ട് നമ്മൾ ബാക്കി ഡോസേജ് ഫോം വെച്ചിട്ട് പാരന്റൽ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നു, അതിന്റെ അഡ്വാൻറ്റേജസ്, പിന്നെ അതിന്റെ ലിമിറ്റേഷൻസ്, പ്രീ ഫോർമുലേഷൻ ഫാക്ടേഴ്സ് ആൻഡ് എസെൻഷ്യൽ റിക്വയർമെന്റ്സ്, വെഹിക്കിൾസ്, എഡിറ്റീവ്സ്, ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഐസോടോണിസിറ്റി, അതുപോലെ ഇഞ്ചക്ഷന്റെ ഫോർമുലേഷൻസ്, സ്റ്റെറൈൽ പൗഡേഴ്സ്, എമൽഷൻസ്, സസ്പെൻഷൻ, ലാർജ് വോളിയം പാരന്റൽസ്, ലയോഫിലൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, പിന്നെ യൂസ് ചെയ്യുന്ന കണ്ടെയ്നേഴ്സ്, പിന്നെ അതുപോലെ ആംബ്യൂൾസിൽ തന്നെ ടിപ്പ് സീലിംഗ്, പുൾ സീലിംഗ്, അങ്ങനെ കുറെ കാര്യങ്ങൾ, പിന്നെ വയൽസ്, ഇൻഫ്യൂഷൻ ഫ്ലൂയിഡ്സ്, ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ്, ഇതൊക്കെയാണ് പാരന്റൽ പ്രോഡക്ട്സിൽ വരുന്നത്. പിന്നെ വരുന്ന പോർഷൻ ആണ് ഒഫ്താൽമിക് പ്രിപ്പറേഷൻ. അതായത് ഫോർമുലേഷൻ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം ഒരു ഒഫ്താൽമിക് പ്രോഡക്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അതായത് മേ ബി ഐ ഡ്രോപ്പ് ആയിരിക്കാം, ഐ ഓയിൽമെന്റ് ആയിരിക്കാം, ഐ ലോഷൻ ആയിരിക്കാം, ഏതൊക്കെ മെത്തേഡ് വഴി നമ്മൾ ഈ ഓരോ ഫോർമുലേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ അതിന്റെ ലേബലിംഗ്, ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ലേബലിംഗ് ആയിരിക്കും, അതിന്റെ ലേബലിംഗ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഏത് ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, പിന്നെ ഇവാലുവേഷൻ ഓഫ് ദി ഒഫ്താൽമിക് പ്രോഡക്ട്സ്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ഇസ് കോസ്മെറ്റിക്സ്. അതായത് കുറെ കോസ്മെറ്റിക് പ്രിപ്പറേഷൻസ് ഉണ്ട്, ലൈക്ക് ലിപ്സ്റ്റിക് ഉണ്ട്, ഷാംപൂ, കോൾഡ് ക്രീം, വാനിഷിംഗ് ക്രീം, ടൂത്ത് പേസ്റ്റ്, ഹെയർ ഡൈസ് ആൻഡ് സൺസ്ക്രീൻസ്. അപ്പൊ എല്ലാത്തിന്റെയും ഫോർമുലേഷനും അതിന്റെ നമ്മൾ എന്തൊക്കെ എക്സിപ്പിയൻസ് യൂസ് ചെയ്യുന്നു അതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു പോർഷൻ ആണ് കോസ്മെറ്റിക്സ്. ആൻഡ് ദെൻ ഫാർമസ്യൂട്ടിക്കൽ എയറോസോളിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൊപ്പലൻസ് ഏതാണ്, അതുപോലെ കണ്ടെയ്നേഴ്സ് ഏതാണ്, വാൽവ്, അതിന്റെ ഒരു എയറോസോളിന് ഡിഫറെന്റ് പാർട്സ് ഉണ്ട്. അപ്പൊ അതിൽ വാൽവ് വരുന്നുണ്ട്, പ്രൊപ്പലൻ വരുന്നുണ്ട്, കണ്ടെയ്നർ വരുന്നുണ്ട്, പിന്നെ ഏതൊക്കെ ടൈപ്പ് ഓഫ് എയറോസോൾ സിസ്റ്റം ഉണ്ട്, എങ്ങനെ നമുക്കത് മാനുഫാക്ചർ ചെയ്യാം, ആൻഡ് ഫൈനലി ഇവാലുവേഷൻ ഓഫ് ദി എയറോസോൾസ്. ദെൻ പാക്കേജിംഗ് മെറ്റീരിയൽസ്, ഇതിനകത്ത് മെയിൻ ആയിട്ട് പാക്കേജിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ഗ്ലാസ്, റബ്ബർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഏതൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമുക്ക് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് നമുക്ക് പാക്കിങ് ചെയ്യാം, അതുപോലെ ആ ഒരു കണ്ടെയ്നേഴ്സിനെ നമ്മൾ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നു, അപ്പൊ ഏതൊക്കെ ഫാക്ടേഴ്സ് ചില ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഓരോ മെറ്റീരിയൽസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ചോയ്സ് ഓഫ് കണ്ടെയ്നേഴ്സ്, ദെൻ ദ ലീഗൽ ആൻഡ് ഒഫീഷ്യൽ റിക്വയർമെന്റ്സ് ഫോർ ദിസ് കണ്ടെയ്നേഴ്സ് ആൻഡ് ദ സ്റ്റെബിലിറ്റി aspects of this packaging materials, etc. Next, coming to the pharmaceutical engineering part. അപ്പോൾ നമ്മളിവിടെ കൂടുതലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഫ്ലോ ഫ്ലൂയിഡ്സ്. അപ്പം ഫ്ലൂയിഡ്സിന്റെ ഫ്ലോ ടൈപ്സ് ഓഫ് മാനോമീറ്റേഴ്സ്, ദെൻ റെനോൾഡ്സ് നമ്പർ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്, ദെൻ ബെർണോളിസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഓറിഫൈസ് മീറ്റർ, വെഞ്ചുറി മീറ്റർ, പിറ്റോ ട്യൂബ് ആൻഡ് റോട്ടോമീറ്റർ, ദെൻ സൈസ് റിഡക്ഷൻ. നമ്മൾ കുറെ മിൽസിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിക്കുന്ന, ലൈക്ക് ബോൾ മിൽ, ഹാമർ മിൽ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ സൈസ് റിഡക്ഷൻ അത് കുറച്ച് ലോസ് ഉണ്ട്. അപ്പൊ ആ ലോസ് ഗവേണിംഗ് ദ സൈസ് റിഡക്ഷൻ, ദെൻ ദ factors affecting the size reduction, then the working, construction, uses, merits and demerits. അപ്പൊ ഇനി അങ്ങോട്ട് എഞ്ചിനീയറിംഗിൽ ഏത് പോർഷൻ പഠിച്ചാലും അതിനകത്ത് മെയിൻ ആയിട്ട് അതിന്റെ പ്രിൻസിപ്പിൾസ്, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, യൂസസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കറസ്പോണ്ടിങ് എന്ത് ഇൻസ്ട്രുമെന്റ്, ഏത് ടൂളിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കണേ, ആ ഒരു കറസ്പോണ്ടിങ് എക്യുപ്മെന്റിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ സൈസ് റിഡക്ഷന്റെ കേസിൽ ബോൾ മിൽ, ഹാമർ മിൽ, എഡ്ജ് റണ്ണർ മിൽ, ഫ്ലൂയിഡ് എനർജി മിൽ ആൻഡ് എൻഡ് റണ്ണർ മിൽ. ഇനി സൈസ് സെപ്പറേഷൻ ആകുമ്പോൾ അവിടെ മെയിൻ ആയിട്ടും സീവ് ഷേക്കർ, സൈക്ലോൺ സെപ്പറേറ്റഡ്, എയർ സെപ്പറേറ്റർ, ബാഗ് ഫിൽറ്റർ, ഇലക്ട്രീഷ്യൻ, ടാങ്ക്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ മിക്സിങ്ങിനകത്തേക്ക് വരുമ്പോൾ അവിടെ മെയിൻ ആയിട്ടും ഏതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡബിൾ കോൺ ബ്ലെൻഡർ, ട്വിൻ ഷെൽ ബ്ലെൻഡർ, റിബൺ ബ്ലെൻഡർ, സിഗ്മ ബ്ലേഡ് മിക്സർ, പ്ലാനറ്ററി മിക്സർ, പ്രൊപ്പല്ലേഴ്സ്, ടർബൈൻസ്, പാഡിൽസ് ആൻഡ് സിൽവേഴ്സ് ആൻഡ് എമൽസിഫയർ. ദെൻ അടുത്ത യൂണിറ്റ് ആണ് ഇവാപറേഷൻ. സൈസ് റിഡക്ഷൻ, സൈസ് സെപ്പറേഷൻ റിലേറ്റഡ് ആയിരുന്നു ഫസ്റ്റ് യൂണിറ്റ്. സെക്കൻഡ് യൂണിറ്റ് മെയിൻ ആയിട്ട് ഇവാപറേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു പാറ്റേൺ ആണ് ഫുൾ ആയിട്ട്. ഏതൊക്കെയാണ് എഞ്ചിനീയറിംഗ് ഫുള്ള് വരുന്നത്, മെയിൻ ആയിട്ടും ഓരോ എക്യുപ്മെന്റിന്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, യൂസസ്, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ നോക്കുക. അതായത് പ്രിൻസിപ്പിൾ വരുന്നുണ്ട്, കൺസ്ട്രക്ഷൻ, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, വർക്കിംഗ് ആൻഡ് യൂസ്. ഇപ്പം ഇവാപറേഷനിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടും
steam jacketed kettle, horizontal tube evaporator, climbing film evaporator, forced circulation evaporator, multiple effect evaporator, and then the multiple effect evaporator economy. പിന്നെ അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫറിനെ പറ്റി പഠിക്കുമ്പോൾ അതിനകത്ത് മെയിൻ ആയിട്ട് ഏതാണ് ഹീറ്റ് ട്രാൻസ്ഫറിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്കറിയാം കണ്ടക്ഷൻ, കൺവെക്ഷൻ, അങ്ങനെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാത്തിന്റെയും ആപ്ലിക്കേഷൻസും അതുപോലെ ഒരു ലോ ഉണ്ട്, ഫ്യൂരിയസ് ലോ, ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ ബൈ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ, അതുപോലെ ഹീറ്റ് ഇന്റർചേഞ്ചേഴ്സും ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സും ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത യൂണിറ്റ് ഡ്രൈയിങ്ങിൽ ഏതൊക്കെയാണ്? ട്രേ ഡ്രയർ, ഡ്രം ഡ്രയർ, സ്പ്രേ ഡ്രയർ, ഫ്ലൂയിഡൈസ്ഡ് ബെഡ് ഡ്രയർ, വാക്യൂം ഡ്രയർ ആൻഡ് ഫ്രീസ് ഡ്രയർ. ഇനി ഡിസ്റ്റിലേഷനിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ഏതൊക്കെ വരുന്നുണ്ട്? സിമ്പിൾ ഓരോ ടൈപ്പ് ഓഫ് ഡിസ്റ്റിലേഷൻ പ്രോസസ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻസ് വരുന്നുണ്ട്, പിന്നെ ഓരോന്നിനും ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറഞ്ഞു. ആ ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിസ്റ്റിലേഷനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ ഫിൽട്രേഷനിലേക്ക് വരുമ്പോഴും മെയിൻ ആയിട്ട് ഏതൊക്കെയാണ്? പ്ലേറ്റ് ആൻഡ് ഫ്രെയിം ഫിൽട്ടർ, ഫിൽട്ടർ ലീഫ്, റോട്ടറി ഡ്രം ഫിൽട്ടർ, മെറ്റാ ഫിൽട്ടർ, കാർട്രിഡ്ജ് ഫിൽട്ടർ, മെംബ്രെയിൻ ഫിൽട്ടർ ആൻഡ് സൈഡ്സ് ഫിൽട്ടർ. Next one, centrifugation. Centrifugation, the perforated basket centrifuge, non-perforated basket centrifuge, semi-continuous centrifuge and super centrifuge. ഇനി അടുത്ത എന്താണ്? മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം, അതായത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് സിസ്റ്റം, ദെൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൺവെയേഴ്സ് ആൻഡ് ബെൽറ്റ്, ദെൻ സ്ക്രൂ ആൻഡ് ന്യൂമാറ്റിക് കൺവെയേഴ്സ് ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ദി മൊഡ്യൂൾ 3, അതായത് ഫാർമക്കോളജി. അപ്പൊ നമ്മൾ ആദ്യം ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി, ദെൻ പാത്തോഫിസിയോളജി നമ്മൾ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് മൊഡ്യൂളിനകത്ത് എന്താണ്? ഫാർമസ്യൂട്ടിക്സ് വരുന്നുണ്ട്, അതുപോലെ ഫോർമുലേറ്റീവ് ഫാർമസ്യൂട്ടിക്സ് വരുന്നുണ്ട്, ഫിസിക്കൽ ഫാർമസ്യൂട്ടിക്സ് വരുന്നുണ്ട്, ഫാർമസ്യൂട്ടിക്കൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ദ തേർഡ് മൊഡ്യൂൾ ഇസ് ഫാർമക്കോളജി. ഫാർമക്കോളജിയിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ജനറൽ ഫാർമക്കോളജി. ജനറൽ ഫാർമക്കോളജി പറഞ്ഞാൽ ജനറൽ ആയിട്ടുള്ള കൺസെപ്റ്റ്സ്, അതായത് ഡ്രഗ് ക്ലാസിഫിക്കേഷൻ അല്ലാണ്ട് കുറച്ച് ജനറൽ ആയിട്ട് കുറച്ച് കൺസെപ്റ്റ്സ് നമുക്ക് ഫാർമക്കോളജിയിൽ പഠിക്കാനുണ്ട്. അതായത് ഡ്രഗ് കൺസെപ്റ്റ്, ഏതൊക്കെ റൂട്ട് നമുക്ക് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യാം, പിന്നെ അഗോണിസ്റ്റ്, ആന്റഗോണിസ്റ്റ്, ഡ്രഗ് സൈനർജിസം, ഡ്രഗ് അഡിക്ഷൻ, ടോളറൻസ്, ഡിപ്പെൻഡൻസ്, ടെക്കിഫൈലാക്സിസ്, ഇഡിയോസിൻക്രസി, അലർജി, പിന്നെ ഫാർമക്കോ കൈനറ്റിക്സ് ആൻഡ് ഫാർമക്കോ ഡൈനാമിക്സ്. ഫാർമക്കോ കൈനറ്റിക്സിൽ ഓരോ മെക്കാനിസം ലൈക്ക് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റബോളിസം, എക്സ്ക്രീഷൻ, പിന്നെ എൻസൈം ഇൻഡക്ഷൻ, എൻസൈം ഇൻഹിബിഷൻ ആൻഡ് കൈനറ്റിക്സ് ഓഫ് എലിമിനേഷൻ. സോ ഫാർമക്കോ ഡൈനാമിക്സിൽ ഡ്രഗ് ടെസ്റ്റ് ദ ബോഡി, ഡ്രഗ് എന്തൊക്കെയാണ് ബോഡിയിൽ ചെയ്യുന്നത്, അപ്പൊ അതിനകത്ത് മെയിൻ ആയിട്ട് റിസപ്റ്റേഴ്സ് വരുന്നുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിസപ്റ്റേഴ്സിനെ പറ്റിയിട്ടുമാണ് ഫാർമക്കോ ഡൈനാമിക്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വൺ, ആഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. അതുപോലെ നമുക്കറിയാം ഒരു ഡ്രഗ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ADR, പിന്നെ അതുപോലെ ഡ്രഗ് ഇന്ററാക്ഷൻ, അത് ഫാർമക്കോ കൈനറ്റിക് ആവാം, ഫാർമക്കോ ഡൈനാമിക് ആവാം, പിന്നെ ഡ്രഗ് ഡിസ്കവറി ആൻഡ് ക്ലിനിക്കൽ ഇവാലുവേഷൻ ഓഫ് ന്യൂ ഡ്രഗ്സ്, അതായത് ക്ലിനിക്കൽ ട്രയൽസും അതുപോലെ ഓരോ ഫേസ് ഓഫ് ക്ലിനിക്കൽ ട്രയൽസ് ആൻഡ് ഫാർമക്കോ വിജിലൻസ്, അതുപോലെ പ്രിൻസിപ്പിൾസ് ഓഫ് ടോക്സിക്കോളജി, അക്യൂട്ട് ആവാം, സബ് അക്യൂട്ട് ആവാം, ക്രോണിക് ആവാം. അപ്പൊ അതിന്റെയൊക്കെ ഡെഫിനിഷൻസും അതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റും ആണ്. പിന്നെ അതുപോലെ ജീനോടോക്സിസിറ്റി, കാർസിനോജെനിസിറ്റി, ടെറാറ്റോജെനിസിറ്റി ആൻഡ് മ്യൂട്ടാജെനിസിറ്റി, അതുപോലെ ട്രീറ്റ്മെന്റ് ഓഫ് പോയിസണിങ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, ഫൈനലി ക്രോണോ ഫാർമക്കോളജി, ടൈം റിലേറ്റഡ് ആയിട്ട് റിതംസ്, സൈക്കിൾസ്, അത് ബയോളജിക്കൽ ക്ലോക്ക്, അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ക്രോണോ ഫാർമക്കോളജിയിൽ പഠിക്കുക. പിന്നെ ക്ലാസിഫിക്കേഷനിലേക്ക് വരുമ്പം ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ദെൻ ഡ്രഗ്സ് ആക്ടിങ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം, അതുപോലെ ബ്ലഡ് ആൻഡ് ബ്ലഡ് ഫോമിംഗ് ഓർഗൻസ്, ദ ഡ്രഗ് ആക്ടിങ് ഓൺ യൂറിനറി സിസ്റ്റം, ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം, ഓട്ടോകോയിഡ്സ് ലൈക്ക് ഹിസ്റ്റമിൻ, ദെൻ റിലേറ്റഡ് ഡ്രഗ്സ്, ദ ഡ്രഗ്സ് ആക്ടിങ് ഓൺ എൻഡോക്രൈൻ സിസ്റ്റം, GIT, പിന്നെ ലോക്കൽ അനസ്തെറ്റിക്സ് ആൻഡ് ഡ്രഗ് ആക്ടിങ് ഓൺ ദ സ്കിൻ. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് വരുന്നത്. പിന്നെ ബയോസിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോസ്, അതായത് ആദ്യമേ എൻ്റെ ഒരു പ്രിൻസിപ്പിൾ, ബയോസിന്റെ ഒരു പ്രിൻസിപ്പിൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോസ് ഉണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബയോസ് നോക്കണം. അതുപോലെ കുറച്ച് സാധനങ്ങളുടെ ബയോസിസ് പഠിക്കേണ്ടത്, ഇൻസുലിൻ, ഓക്സിറ്റോക്സിൻ, ദെൻ ഹെപ്പാരിൻ, വാസോപ്രസിൻ, ദെൻ ACTH, അഡ്രിനോകോർട്ടിക് ഹോർമോൺ, D-ട്യൂബോക്യുരാറിൻ, ഡിജിറ്റാലിസ്, ഹിസ്റ്റമിൻ, ഡിഫ്തീരിയ ആന്റിടോക്സിൻ, ആന്റി റാബിസ് വാക്സിൻ. അപ്പൊ ഇതിന്റെയൊക്കെ ബയോസിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. നെക്സ്റ്റ് കമ്മിങ് ടു ദ കീമോതെറാപ്പി, നമുക്കറിയാം ആന്റിബയോട്ടിക്സിനെ പറ്റിയിട്ടും അതുപോലെ sulfonamides, urinary antiseptics, then chemotherapeutic agents, then anti-tubercular agents, leprosy use in the drugs, anti-malarials, antifungal agents, പിന്നെ അതുപോലെ ആൻഹെൽമിന്തിക്, then anti-amoebic agents, the drugs used in STDs, then drugs used in UTI and anti-cancer drugs. പിന്നെ immunopharmacology-ലേക്ക് വരുമ്പോൾ immunostimulants and immunosuppressants, then the protein drugs, monoclonal antibodies, then the target drugs to the antigens and biosimilars. Then gene therapy-ലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള concepts, approaches, then gene transfer techniques and applications of stem cell therapy.
മൊഡ്യൂൾ 4 മെയിൻ ആയിട്ടും ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രി ആൻഡ് ഹെർബൽ ഡ്രഗ് ടെക്നോളജി ആണ് വരുന്നത്. നമ്മളിതിന് മുന്നേ നമ്മൾ ഫാർമക്കോളജിനെ പറ്റിയാണ് പറഞ്ഞത്, ജനറൽ ഇൻട്രൊഡക്ഷനും അതുപോലെ ബയോ എസ്സേ, പിന്നെ അതുപോലെ കീമോതെറാപ്പി, പിന്നെ ക്ലാസിഫിക്കേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട് അതിനെ പറ്റിയിട്ടും, then immunotherapy, immunostimulants, suppressants അതുപോലെ ജീൻ തെറാപ്പിക്കാണ് ഫാർമക്കോളജിയിൽ പഠിച്ചത്. നെക്സ്റ്റ് വൺ ഫാർമകോഗ്നസി ആൻഡ് ഫൈറ്റോകെമിസ്ട്രിയിൽ നോക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് യൂണിറ്റ് എന്താണ്? ക്വാളിറ്റി കൺട്രോൾ ഓഫ് ഡ്രഗ്സ് ഓഫ് നാച്ചുറൽ ഒറിജിൻ. അതിന്റെ ക്വാളിറ്റി കൺട്രോൾ നാച്ചുറലി നമുക്ക് കിട്ടുന്ന ഡ്രഗ്സിന്റെ quality control like adulteration of drugs, then evaluation by organoleptic, microscopic, physical, chemical and biological methods, then quantitative microscopy of crude drugs including lycopodium spore method, leaf constants, camera lucid and calibration of eyepiece micrometer using stage micrometer. Then second one plant tissue culture നെ പറ്റി ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടണം. പിന്നെ നെക്സ്റ്റ് തേർഡ് വൺ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ്, അവിടെ ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ, പ്രോപ്പർട്ടീസ് ആൻഡ് ജനറൽ ടെസ്റ്റ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ആൽക്കലോയിഡ്സ്, ഗ്ലൈക്കോസൈഡ്സ്, ഫ്ലേവനോയിഡ്സ്, ടാനിൻസ്, വോളറ്റൈൽ ഓയിൽസ് ആൻഡ് റെസിൻസ്. അപ്പം ഇതിന്റെയൊക്കെ ജനറൽ ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റുകളും അതിന്റെ പ്രോപ്പർട്ടീസും അതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിൽ ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് വൺ ബയോളജിക്കൽ സോഴ്സ് ഓഫ് എന്തിനൊക്കെ ബയോളജിക്കൽ സോഴ്സ്, അതുപോലെ കെമിക്കൽ കോൺസ്റ്റുവൻസ് ആൻഡ് യൂസ്. നമ്മൾ ഓൾറെഡി നമുക്കറിയാം ഒരു ഡ്രഗ് എടുക്കുമ്പോൾ അതിന്റെ ബയോളജിക്കൽ സോഴ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, കെമിക്കൽ കോൺസ്റ്റുവൻസ് പഠിക്കുന്നുണ്ട്, യൂസും പഠിക്കുന്നുണ്ട്. അപ്പൊ എന്തിന്റെയൊക്കെയാണ്? ലൈക്ക് ഫൈബേഴ്സ്, ഹാലുസിനോജൻ, ടെറാറ്റോജൻസ്, നാച്ചുറൽ അലർജൻസ് എക്സെട്ര. പിന്നെ പ്രൈമറി സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. പ്രൈമറി മെറ്റബോളൈറ്റ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? അതിന്റെ സോഴ്സ്, അതിന്റെ പ്രിപ്പറേഷൻ, പിന്നെ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവൻസ്, ഇവാലുവേഷൻ, പ്രിസർവേഷൻ, സ്റ്റോറേജ് ആൻഡ് തെറാപ്യൂട്ടിക് യൂസസ്. എന്തിനൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് എൻസൈം, ലിപ്പിഡ്സ്, വാക്സ് ആൻഡ് ഫാറ്റ്. The next one marine drugs മെയിൻ ആയിട്ടും ആന്റി വൈറൽ ഡ്രഗ്സ്, ആന്റി മൈക്രോബിയൽ, ആന്റി ക്യാൻസർ ആൻഡ് കാർഡിയോവാസ്കുലർ ഏജൻസ്. ഇത്രയാണ് മറൈൻ ഡ്രഗ്സിനകത്ത് പഠിക്കാനുള്ളത്. ദെൻ മെറ്റബോളിക് പാത്വേസ് ഇൻ ഹയർ പ്ലാന്റ്സ് ആൻഡ് ദർ ഡിറ്റർമിനേഷൻ. നമുക്കറിയാം പ്ലാന്റ്സിൽ മെയിൻ ആയിട്ട് കുറച്ച് പാത്വേസ് വരുന്നത്, ഷിക്കിമിക് ആസിഡ് പാത്വേ, അസറ്റേറ്റ് പാത്വേ, അമിനോ ആസിഡ് പാത്വേ. പാത്വേസിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടാവണം. Then study of utilization of radioactive isotopes in the investigation of biogenetic studies. Next one herbal drug technology. Herbal drug technology like first one basic principles involved in Ayurveda, Siddha, Unani and homeopathy. Then pinna oru Ayurvedic formulation like Arishta, ആസവാസ്, ഗുട്ടിക, ചൂർണ, ലേഹ്യ, ഭസ്മ, ഇങ്ങനെയുള്ള ആയുർവേദിക് ഫോർമുലേഷൻസിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ സ്റ്റാൻഡർഡൈസേഷനും. പിന്നെ ന്യൂട്രാസ്യൂട്ടിക്കൽസിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ഏതൊക്കെ ഡിസോർഡേഴ്സിന് യൂസ് ചെയ്യുന്നത്? ഡയബറ്റിസ്, CVS ഡിസോർഡേഴ്സ്, ക്യാൻസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം ആൻഡ് വേരിയസ് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസീസ്. അപ്പൊ ഇതിനൊക്കെ യൂസ് ചെയ്യുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽസിനെ പറ്റിയിട്ടാണ് സെക്കൻഡ് യൂണിറ്റിൽ വരിക. പിന്നെ അതുപോലെ കുറച്ച് ഹെൽത്ത് ഫുഡ്സ് ഉണ്ട്, അങ്ങനെയുള്ള ഹെൽത്ത് ഫുഡ്സിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാവണം. ഹെർബൽ കോസ്മെറ്റിക്സ്, അതായത് ഹെർബൽ കോസ്മെറ്റിക്സിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? ഫിക്സ്ഡ് ഓയിൽസ്, ആ ഒരു ബയോളജിക്കൽ സോഴ്സും അതുപോലെ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫിക്സ്ഡ് ഓയിൽസ്, വാക്സസ്, ഗംസ്, കളേഴ്സ്, പെർഫ്യൂംസ്, ദെൻ പ്രൊട്ടക്റ്റീവ് ഏജൻസ്, ബ്ലീച്ചിങ് ഏജൻസ് എക്സെട്ര. നെക്സ്റ്റ് മൊഡ്യൂൾ 5 മെയിൻ ആയിട്ട് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഓരോ ആക്ടുകളും കാര്യങ്ങളാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് ആണ് 1940. അതുപോലെ നമുക്കറിയാം ആ ഒരു ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ എന്തെങ്കിലും ഡെഫിനേഷൻസ് ലൈക്ക് ഡ്രഗ് എന്താണ്, കോസ്മെറ്റിക് എന്താണ്, പിന്നെ സ്പ്യൂരിയസ് ഡ്രഗ്, അഡൾട്ടറേറ്റഡ് ഡ്രഗ്, നമുക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മിസ്ബ്രാൻഡഡ് ഡ്രഗ്. അപ്പോൾ അങ്ങനെയുള്ള ഡെഫിനേഷൻസ് ഓർത്തിരിക്കുക. പിന്നെ ഓർത്തിരിക്കേണ്ടത് അതിന്റെ ഇമ്പോർട്ട്, ആ ഒരു ആക്ടിൽ വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻക്ലൂഡിങ് പെനാൽറ്റി, അതുപോലെ ഏതൊക്കെ ലോസ് വരുന്നുണ്ട്, അത് വയലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ എങ്ങനെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന, അങ്ങനെ ഫുൾ കാര്യങ്ങൾ, ഓരോ ടൈപ്പ് ഓഫ് ലൈസൻസ്, പിന്നെ അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങൾ അറിഞ്ഞിരിക്കും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിനകത്ത്. നെക്സ്റ്റ് വൺ ഡീറ്റെയിൽഡ് സ്റ്റഡി, അതിൽ തന്നെ ഓരോ ഷെഡ്യൂൾസ് ഉണ്ട്, അപ്പോൾ ഓരോ ഷെഡ്യൂൾസിനെ പറ്റി അറിഞ്ഞിരിക്കുക. പിന്നെ ഹോൾസെയിൽ, റീറ്റെയിൽ, സെയിൽ, റെസ്ട്രിക്റ്റഡ് ലൈസൻസ്, ഇപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു ലൈസൻസുകളെ പറ്റി അറിയണം. പിന്നെ കംപ്ലീറ്റ് ആ ഒരു പോർഷനിൽ വരാവുന്ന കംപ്ലീറ്റ് കാര്യങ്ങൾ ഇൻക്ലൂഡിങ് ദ കമ്മിറ്റീസ് ഓൾസോ ലൈക്ക് DTAB, അതുപോലെ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി, ഡ്രഗ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി, ഗവൺമെന്റ് ഡ്രഗ് അനലിസ്റ്റ്, ലൈസൻസിങ് അതോറിറ്റി, ഡ്രഗ് ഇൻസ്പെക്ടേഴ്സ് എക്സെട്ര.
സെക്കൻഡ് വൺ ഫാർമസി ആക്ട് 1948. ഫാർമസി ആക്ടിനകത്തും ഇതുപോലെ എല്ലാ ഫാർമസി ലൈക് സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ വരുന്നുണ്ട്, അതുപോലെ സെൻട്രൽ ഫാർമസി കൗൺസിൽ ഓഫ് അത് വരുന്നുണ്ട്. അപ്പം കംപ്ലീറ്റ് സ്റ്റേറ്റ് ആൻഡ് ജോയിന്റ് ഫാർമസി കൗൺസിൽ, പിന്നെ അതുപോലെ അതിനകത്തെ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്, അതിന്റെ കമ്മിറ്റിയുടെ ഫംഗ്ഷൻ എന്താണ്, അതുപോലെ രജിസ്ട്രേഷൻ ഓഫ് ഫാർമസിസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ മൂന്നാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻസ് ആക്ട് 1955. അതിനകത്തും മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കണം, അതിന്റെ ഒബ്ജക്റ്റീവ്സ് അറിഞ്ഞിരിക്കുക, പിന്നെ കുറച്ച് ഡെഫിനിഷൻസ് വരുന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻസിന്റെ കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ മാനുഫാക്ചറിങ് ഇൻബോണ്ട് ആൻഡ് ഔട്ട്സൈഡ് ബോണ്ട്, എക്സ്പോർട്ട് ഓഫ് ആൽക്കഹോളിക് പ്രിപ്പറേഷൻസ്, മാനുഫാക്ചർ ഓഫ് ആയുർവേദിക്, ഹോമിയോപ്പതിക്, പാരന്റ് പ്രൊപ്രിയേറ്ററി പ്രിപ്പറേഷൻ എക്സെട്ര. പിന്നെ ഒഫൻസ് ആൻഡ് പെനാൽറ്റി. നെക്സ്റ്റ് വൺ ഫോർത്ത് വൺ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. ഇവിടെ മെയിൻ ആയിട്ട് അതോറിറ്റി, കമ്മിറ്റീസ്, ഓഫീസേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ അടുത്ത് വരുന്നതാണ് ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ആക്ട് ഇൻ റൂൾ. അപ്പോൾ നമ്മൾ എല്ലാ ആക്ട് പഠിക്കുമ്പോഴും ആ ആക്ടിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക. കാരണം ഇതിന്റെ സിലബസ് ഭയങ്കര വാസ്റ്റ് ആണ്. അപ്പൊ സെലക്റ്റീവ് ആയിട്ട് ഇന്ന പോയിന്റ് മാത്രമല്ല, ആക്ടുകൾ പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. കുറച്ച് ആക്ടുകളെ പഠിക്കാനുള്ളൂ. അപ്പോൾ പഠിക്കുന്ന അത്രയും നല്ല വൃത്തിക്ക് പഠിച്ചു പോവുക. നെക്സ്റ്റ് വൺ പ്രിവെൻഷൻ ഓഫ് ക്രുവൽറ്റി ടു ആനിമൽസ് ആക്ട് ഇൻ 1960. അതിൽ നമ്മൾ പഠിക്കേണ്ടത് കുറെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആനിമൽ എത്തിക് കമ്മിറ്റി. ആ ഒരു ആക്ട് പഠിക്കുമ്പോഴും ആ ആക്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്മിറ്റീസും ഓർഗനൈസേഷൻസും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ അങ്ങനെ തന്നെ ബ്രീഡിംഗ് ആൻഡ് സ്റ്റോക്കിംഗ് ഓഫ് ആനിമൽസ്, പെർഫോമൻസ് ഓഫ് എക്സ്പെരിമെന്റ്സ്, ട്രാൻസ്ഫർ ആൻഡ് അക്വിസിഷൻ ഓഫ് ആനിമൽസ് ഫോർ എക്സ്പെരിമെന്റ്, റെക്കോർഡ്സ്, പവർ ടു സസ്പെൻഡ് ഓർ റിവോക്ക് രജിസ്ട്രേഷൻ എക്സെട്ര. ദെൻ നാഷണൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൈസിംഗ് അതോറിറ്റി, Drug Price Control Order 2013, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഡെഫിനിഷൻസ്, പ്രൈസസ്, റീറ്റെയിൽ പ്രൈസ്, സെയിൽ പ്രൈസ്, പിന്നെ അതുപോലെ സീലിംഗ് പ്രൈസ്, നാഷണൽ ലിസ്റ്റ് ഓഫ് എസെൻഷ്യൽ മെഡിസിൻസ്, അതൊക്കെ അറിഞ്ഞിരിക്കുക. ദെൻ ഫാർമസ്യൂട്ടിക്കൽ ലെജിസ്ലേഷൻസ്, അതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. കുറച്ച് ലോസും കാര്യങ്ങളുണ്ട്. അപ്പോൾ കുറെ കമ്മിറ്റി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ കമ്മിറ്റീസിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കുക. ദെൻ കോഡ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എത്തിക്സ്, ഡെഫിനിഷൻ, ഫാർമസിസ്റ്റ് ഇൻ റിലേഷൻ ടു, ജനറൽ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണത്. Pharmacist in relation to his job, trade, medical profession and his profession, pharmacist oath. ഇത്രയും കാര്യങ്ങളാണ് കോഡ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എത്തിക്സിൽ വരുന്നത്. 10th യൂണിറ്റ് MTP മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ്. ദെൻ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 11th one. 12th യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. ഇത്രയാണ് ഫാർമസ്യൂട്ടിക്കൽ ജൂറിസ്പ്രുഡൻസിൽ വരുന്നത്. അടുത്തത് മൊഡ്യൂൾ 6. മൊഡ്യൂൾ 6 മെയിൻ ആയിട്ടും ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസ്, ഇനോർഗാനിക് കെമിസ്ട്രി ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി. സോ ഫാർമസ്യൂട്ടിക്കൽ അനാലിസിസിനകത്ത് മെയിൻ ആയിട്ടും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈട്രേഷൻസ്, അതായത് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻസ്, അതിന്റെ ഓരോ തിയറീസ് ഓഫ് ആസിഡ് ബേസ്ഡ് ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള സ്ട്രോങ് ആസിഡ്, വീക്ക് ആസിഡ്, സ്ട്രോങ് ബേസ്, വീക്ക് ബേസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. സെക്കൻഡ് യൂണിറ്റ് precipitation titration, the Mohs method, Volhard's method, modified Volhard's method, Fajans method, പിന്നെ estimation of sodium chloride, complexometric titration, അതിനകത്ത് തന്നെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, metal ion indicators, masking and demasking reagents, estimation of magnesium sulfate, calcium gluconate, etc. Then gravimetric അകത്ത് gravimetric analysisനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആൻഡ് സ്റ്റെപ്സ്. Then purity of the precipitate, co-precipitation and post-precipitation, and estimation of barium sulfate. Then next one, types of redox titration, the iodometry, bromatometry and dichrometry. Then pharmaceutical inorganic chemistryയിൽ വരുമ്പോൾ ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു പോർഷൻ ആണ് മുന്നത്തെ എക്സാംസിനൊക്കെ. അതായത് എന്തൊക്കെയാണ് ലിമിറ്റ് ടെസ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിമിറ്റ് ടെസ്റ്റ് ലൈക്ക് ക്ലോറൈഡ്, സൾഫേറ്റ്, അയൺ, ആർസനിക്, lead, heavy metals, modified limit test for chloride and sulfate. Then second one, properties and medicinal use of inorganic compounds, like ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയുടെ അകത്ത് കുറച്ച് ഇനോർഗാനിക് കോമ്പൗണ്ട്സ് വരുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചിരിക്കുക. അതായത് മേജർ ആയിട്ടുള്ള മെയിൻ extracellular and intracellular electrolytes like potassium chloride, calcium gluconate, then dental preparations like dentifrice, desensitizing agent. അപ്പം ഈ ഒരു ഓരോന്നിനകത്തും വരുന്ന ടൈപ്പ് ഓഫ് ഡ്രഗ്സിനെ പറ്റി അറിഞ്ഞിരിക്കുക. Then gastrointestinal agents, അതിനകത്ത് acidifiers ഉണ്ട്, antacids ഉണ്ട്, cathartics ഉണ്ട്. acidifiersൽ അമോണിയം ക്ലോറൈഡും ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. antacidsൽ അത് സോഡിയം ബൈകാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ജെൽ, മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മിക്സ്ചർ. Then catharticsനകത്ത് മാഗ്നീഷ്യം സൾഫേറ്റ്, സോഡിയം ഓർത്തോഫോസ്ഫേറ്റ്. Then next portion, gastrointestinal agents കഴിഞ്ഞിട്ടുള്ള പോർഷൻ എന്ന് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്കൽ എയ്ഡ് ആണ്. കയോളിൻ ആൻഡ് ബെൻഡോനൈറ്റ് ആണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. Then ആന്റി മൈക്രോബിയൽസ്, അതായത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ബോറിക് ആസിഡ്, ഹൈഡ്രജൻ peroxide, chlorinated lime, iodine and its preparations.
എക്സ്പെക്ടോറൻസിനകത്ത് മെയിൻ ആയിട്ടും എന്തൊക്കെയാണ് വരുന്നത്? പൊട്ടാസ്യം അയഡൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്. ദെൻ എമറ്റിക്സിനകത്ത് കോപ്പർ സൾഫേറ്റ്, ആന്റിമണി പൊട്ടാസ്യം ടാർട്ടറേറ്റ്. ഹെമാറ്റിനിക്സിനകത്ത് ഫെറസ് സൾഫേറ്റ് ആൻഡ് ഫെറസ് ഗ്ലൂക്കോണൈഡ്. ദെൻ പോയിസൺ ആൻഡ് ആന്റിഡോട്ടിനകത്ത് സോഡിയം തയോസൾഫേറ്റ് ആക്ടിവേറ്റഡ് ചാർക്കോൾ. ആസ്ട്രിഞ്ചൻസിനകത്ത് സിങ്ക് സൾഫേറ്റ് ആൻഡ് പൊട്ടാസ്യം. So next topic is about organic chemistry. Another structural isomerism in organic compounds ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് വൺ മാർക്കോണിക്കോവ്സ് റൂൾ, അതായത് മാർക്കോണിക്കോവ്സ് ഓറിയന്റേഷൻ. ദെൻ ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻസ് ഓഫ് ആൽക്കീൻസ്, പിന്നെ ആന്റി മാർക്കോണിക്കോവ്സ് ഓറിയന്റേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റഡ് ഡൈൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. പിന്നെ ആൽക്കൈൽ ഹാലൈഡ്സിനകത്ത് SN1 SN2 റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ്, പിന്നെ അതിന്റെ കൈനറ്റിക്സ്, അതുപോലെ SN1 SN2 ഓരോ ആൽക്കൈൽ ഹാലൈഡ്സിന്റെ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി, പ്രൈമറി സെക്കൻഡറി, അങ്ങനെ അതിന്റെ ഓർഡർ ഉണ്ട്, ആ ഒരു ഓർഡർ. നെക്സ്റ്റ് വൺ സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് റീഅറേഞ്ച്മെന്റ് ഓഫ് കാർബോകാറ്റയോൺസ്, SN1 വേഴ്സസ് SN2 റിയാക്ഷൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് ടു റിയാക്ഷൻസ്. ദെൻ കാർബോണിൽ കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോൾ കാർബോണിൽ കോമ്പൗണ്ട്സ് പറയുന്നത് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ആണ് കാർബോണിൽ ഗ്രൂപ്പ് വരുന്ന കോമ്പൗണ്ട്സ്. അതിന്റെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ, ഇലക്ട്രോമെറിക് എഫക്ട്, ആൽഡോൾ കണ്ടൻസേഷൻ, ക്രോസ്ഡ് ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ റിയാക്ഷൻ, ക്രോസ്ഡ് കാനിസാരോ റിയാക്ഷൻ. കുറെ നെയിമിംഗ് റിയാക്ഷൻസ് വരുന്നുണ്ട് ഓർഗാനിക്കില്. അപ്പൊ നെയിമിംഗ് റിയാക്ഷൻസ് എല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ്, അതുപോലെ ടെമ്പറേച്ചർ കണ്ടീഷൻസ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ, നല്ല റിയാക്ഷൻ കണ്ടീഷൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ബെൻസോയിൻ കണ്ടൻസേഷൻ, പെർക്കിൻസ് കണ്ടൻസേഷൻ. ദെൻ കാർബോക്സിലിക് ആസിഡ്സിനകത്ത് acidity ഓഫ് കാർബോക്സിലിക് ആസിഡ്, എഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ acidity, ഇൻഡക്റ്റീവ് എഫക്ട് ആൻഡ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ഫോർ കാർബോക്സിലിക് ആസിഡ്സ്, അമൈഡ് ആൻഡ് എസ്റ്റർ. ദെൻ കാർബോക്സിലിക് ആസിഡിലേക്ക് വരുമ്പം നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞു. ദെൻ അലിഫാറ്റിക് അമീൻസിനകത്ത് ബേസിസിറ്റി, എഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ബേസിസിറ്റി ആൻഡ് ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ്. ദെൻ ബെൻസീൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്, അതിനകത്ത് മെയിൻ ആയിട്ട് ഹക്കൽസ് റൂൾ, അതുപോലെ ബെൻസീൻ തരുന്ന കെമിക്കൽ റിയാക്ഷൻസ്, നൈട്രേഷൻ, സൾഫോണേഷൻ, ഹാലോജനേഷൻ, പിന്നെ അതിന്റെ റിയാക്ടിവിറ്റി, ഫ്രിഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷൻ റിയാക്ടിവിറ്റി, ലിമിറ്റേഷൻസ്, ഫ്രിഡൽ ക്രാഫ്റ്റ്സ് അസൈലേഷൻ റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, എഫക്ട്സ് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ്, എഫക്ട് ഓഫ് സബ്സ്റ്റിറ്റ്യൂവൻസ് ഓൺ ദിസ് റിയാക്ടിവിറ്റി ആൻഡ് ഓറിയന്റേഷൻ ഓഫ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സ് ടുവേർഡ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതുപോലെ പിന്നെ നെക്സ്റ്റ് സ്ട്രക്ചർ ആൻഡ് യൂസസ് ഓഫ് DDT, സെക്കാരിൻ, BHC, ബെൻസീൻ ഹെക്സക്ലോറൈഡ് ആൻഡ് ക്ലോറമീൻ. Then phenolsലേക്ക് വരുമ്പം acidity of phenols, effect of substituents on acidity, then qualitative test, structure and uses of phenols, cresol, resorcinol and naphthol. Then aromatic amines like basicity of amines, effect of substituents on basicity and synthetic uses of aryl diazonium salt. Pinna fats and fatty acids, oily fatty acids nadhikku varumbam adu tharunna oru reactions like hydrolysis, hydrogenation, saponification and rancidity of oils, drying oils. Then analytical constants like acid value, saponification value, ester value, iodine value, acetyl value, Richard Messel value. Then significance and principle involved in their determination. Then fats and അത് നമ്മളിപ്പോ പറഞ്ഞു. നെക്സ്റ്റ് വൺ പോളിന്യൂക്ലിയർ ഹൈഡ്രോകാർബൺസിനകത്തേക്ക് വരുമ്പം അതിന്റെ ഓരോ കോമ്പൗണ്ട്സിന്റെയും സിന്തസിസ്, അതുപോലെ അതിന്റെ റിയാക്ഷൻസ്, ഏതൊക്കെ കോമ്പൗണ്ട്സ് ആണ്? നാഫ്തലീൻ, ഫിനാന്ത്രീൻ, ആന്ത്രസീൻ, ഡൈഫിനൈൽ മീഥെയ്ൻ, ട്രൈഫിനൈൽ മീഥെയ്ൻ ആൻഡ് മെഡിസിനൽ യൂസസ് ഓഫ് ദീസ് ഡെറിവേറ്റീവ്സ്. സൈക്ലോ ആൽക്കൈൻസിനകത്തേക്ക് വരുമ്പം സ്റ്റെബിലിറ്റീസ്, ദെൻ ബെയർ സ്ട്രെയിൻ തിയറി, ലിമിറ്റേഷൻസ് ഓഫ് ബെയർ സ്ട്രെയിൻ തിയറി, തോൾസൺ ആൻഡ് മോഫിറ്റ്സ് മോഡിഫിക്കേഷൻ, ദെൻ സാഷ് മോർ തിയറി, തിയറി ഓഫ് സ്ട്രെയിൻലെസ് റിംഗ്സ്, റിയാക്ഷൻസ് ഓഫ് സൈക്ലോപ്രോപ്പൈൻ ആൻഡ് സൈക്ലോബ്യൂട്ടൈൻ ഒളി. അപ്പൊ സൈക്ലിക് റിംഗ് വരും, സൈക്ലോ കോമ്പൗണ്ട്സ്, അതിന്റെ ഓരോ തിയറീസും കാര്യങ്ങളും. പിന്നെ സ്റ്റീരിയോ ഐസോമറിസം, ഒപ്റ്റിക്കൽ ഐസോമറിസം, പിന്നെ എനൻഷ്യോമറിസം, ഡയസ്റ്റീരിയോ ഐസോമറിസം, മീസോ കോമ്പൗണ്ട്സ്, പിന്നെ അതുപോലെ അക്കൈറാൽ മോളിക്യൂൾസ്. Then textual EO system of nomenclature, then optical isomer, sequence rule, RS system of nomenclature, പിന്നെ type of isomers, racemic modification, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കേണ്ടത്. നെക്സ്റ്റ് വൺ ജോമെട്രിക്കൽ ഐസോമറിസം. അവിടെ അതിന്റെ nomenclature important like cis trans, then EZ, sin, anti systems, etc. Then methods of determination of configuration of geometrical isomer, then the conformational isomerism, അത് കുറച്ച് compounds ethane, N-butane and cyclohexane, പിന്നെ അതുപോലെ ബൈഫിനൽ കോമ്പൗണ്ട്സിന്റെ സ്റ്റീരിയോ ഐസോമറിസം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? പൈറോൾ,
furan, thiophene, then അതിന്റെ ഓരോന്നിന്റെ aromaticity, reactivity and basicity of pyrrole, then synthesis and reactions, ഇതിന്റെയൊക്കെ തന്നെ സിന്തസിസും റിയാക്ഷൻസും യൂസസും പഠിക്കേണ്ട ഏതൊക്കെ കോമ്പൗണ്ട്സ് ആ പൈറസോൾ, ഇമിഡസോൾ, ഓക്സസോൾ ആൻഡ് തയസോൾ, പിരിഡിൻ, ക്വിനോളിൻ, ഐസോക്വിനോളിൻ, അക്രിഡിൻ ആൻഡ് ഇൻഡോൾ. Then basicity of pyridine like synthesis and medicinal uses of pyrimidine, then purine, aspirants and their derivatives, അതുപോലെ metal hydride reduction using sodium borohydride and lithium aluminum hydride. പിന്നെ കുറച്ച് നെയിമിംഗ് റിയാക്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്ലെമൻസൺ റിഡക്ഷൻ, ബിർച്ച് റിഡക്ഷൻ, വോൾഫ് കിഷ്ണർ റിഡക്ഷൻ, ഒപ്പനർ ഓക്സിഡേഷൻ, ഡാക്കിൻ റിയാക്ഷൻ, ബെക്മാൻസ് റീഅറേഞ്ച്മെന്റ്, ഷ്മിറ്റ് റീഅറേഞ്ച്മെന്റ്, ക്ലേസൺ ഷ്മിറ്റ് കണ്ടൻസേഷൻ. അതായത് നെയിമിംഗ് റിയാക്ഷൻസിൽ കുറച്ചൊക്കെ ഡ്രഗ് ഇൻസ്പെക്ടർ അതുപോലുള്ള കുറെ എക്സാംസിന് ചോദിച്ചിട്ടുണ്ട്. സോ ഈ നെയിമിംഗ് റിയാക്ഷൻസ് ആണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോൾ ഇതിനകത്ത് മെഡിസിനൽ കെമിസ്ട്രിയും പിന്നെ ഇൻസ്ട്രുമെന്റൽ മെത്തേഡ്സ് ഓഫ് അനാലിസിസും ബയോ കെമിസ്ട്രിയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കുന്ന അതേ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് തന്നെ നമ്മൾ കെമിസ്ട്രി അപ്ലൈ ചെയ്യണം. കെമിസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ കൂടുതലും കെമിക്കൽ സ്ട്രക്ചേഴ്സ്, ഇപ്പൊ മെഡിസിനൽ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ആ ഒരു സ്ട്രക്ചറും അതിന്റെ ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റിയും തമ്മിലൊരു റിലേഷൻഷിപ്പ്, അതായത് സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കോമൺ ആയിട്ട് അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഈ ഒരു മെഡിസിനൽ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ ഓരോ നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കുന്ന അതേ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് തന്നെയാണ് മെഡിസിനൽ കെമിസ്ട്രിയിൽ പഠിക്കുക. അപ്പൊ അതിന്റെ എന്തൊക്കെ പഠിക്കാനുണ്ട്? സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഡ്രഗ്സ് ആക്ടിങ് ഓൺ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനകത്ത് സിമ്പതോമിമെറ്റിക് ഏജൻസ് ഉണ്ട്, അതിൽ തന്നെ ഡയറക്ട്ലി ആക്ടിങ് ഉണ്ട്. ഏതൊക്കെ ഡ്രഗ് പഠിക്കാനുള്ള? നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ. ഒരു കണക്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏത് കാറ്റഗറിയിലാണ് ഏത് ഡ്രഗ് പഠിക്കണമെന്ന് ഓർത്തിരിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ എഴുതാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ക്ലോണിഡിൻ ഏത് കാറ്റഗറി എന്ന ക്വസ്റ്റ്യൻ ചോദിക്കണം. ഈ സിലബസ് അറിഞ്ഞാൽ തന്നെ നമുക്ക് അത് എന്താണ് ഡയറക്ട്ലി ആയിട്ട് സിമ്പതോമെറ്റിക് ഡ്രഗ് ആണെന്നുള്ളത് ആ ഒരു സിലബസിൽ നിന്ന് തന്നെ ഓർത്തെടുക്കാം. അപ്പൊ നമ്മൾ ഫുൾ ആയിട്ട് ഒരു എക്സാമിന് പഠിക്കുമ്പോൾ അതിന്റെ സിലബസിനെ പറ്റി തറവായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പം സിമ്പതോമെറ്റിക് കേസിനകത്ത് മെയിൻ ആയിട്ട് നോറെപ്പിനെഫ്രിൻ, എപ്പിനെഫ്രിൻ, ഫിനൈലെഫ്രിൻ, ഡോപ്പമിൻ, മീഥൈൽ ഡോപ്പ, ക്ലോണിഡിൻ, ഐസോപ്രോട്ടീരനോൾ, ടെർബ്യൂട്ടാലിൻ, സാൽബ്യൂട്ടമോൾ, നെഫാസോളിൻ, ഓക്സിമെറ്റാസോളിൻ ആൻഡ് സൈലോമെറ്റാസോളിൻ. Then indirectly acting agents നകത്ത് ഹൈഡ്രോക്സി ആംഫിറ്റമിൻ, സ്യൂഡോ എഫീഡ്രിൻ, then agents with mixed mechanism അതായത് എഫീഡ്രിൻ, പിന്നെ അഡ്രിനർജിക് എൻഡഗോണിസ്റ്റ് അതായത് ഏതൊക്കെയാണ്? ആൽഫ അഡ്രിനർജിക് ബ്ലോക്കേഴ്സ് ലൈക്ക് ടൊളാസോളിൻ, ഫെൻറ്റോളമിൻ, പ്രാസോസിൻ. ബീറ്റ അഡ്രിനർജിക് ബ്ലോക്കേഴ്സിനെ പറ്റി പഠിക്കുന്നുണ്ട്. നമുക്കറിയാം ബീറ്റ ബ്ലോക്കേഴ്സ് മെയിൻ ആയിട്ട് ഓൾ ചേർത്തിട്ടുള്ള ഡ്രഗ്സ് ആണ്. നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കുന്ന അതേ ഡ്രഗ്സ് തന്നെയാണ് ഇവിടെ പഠിക്കേണ്ടത്. സ്ട്രക്ചർ ആണ് ഇവിടെ നോക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. നെക്സ്റ്റ് വൺ പാരാസിമ്പതോമിമെറ്റിക് ഏജൻസിനകത്ത് മെയിൻ ആയിട്ട് ഏതൊക്കെയാണ്? അസിറ്റൈൽകോളിൻ, കാർബക്കോൾ, ബെത്തനക്കോൾ, മെത്താക്കോളിൻ ആൻഡ് പൈലോകാർപ്പിൻ. ഇനി ഇൻഡയറക്ട്ലി ആക്ടിങ് കോളിനെസ്റ്ററേസ് ഇൻഹിബിറ്റേഴ്സിനകത്ത് റിവേഴ്സിബിളും വരുന്നുണ്ട്, ഇറവേഴ്സിബിളും വരുന്നുണ്ട്. അതിൽ ഫൈസോസിക്സ്റ്റിക്മിൻ, നിയോസ്റ്റിക്മിൻ, പിരിഡോസ്റ്റിക്മിൻ, എഡ്രോഫോണിയം ക്ലോറൈഡ്, ടാക്രിൻ ഹൈഡ്രോക്ലോറൈഡ്, ആംപിനോണിയം ക്ലോറൈഡ്, ഐസോഫ്ലൂർഫേറ്റ്, എക്കോതയോഫീറ്റ് അയഡൈഡ്, പാരാത്തയോൺ, മാലാത്തിയോൺ എക്സെട്ര. പിന്നെ കോളിനെസ്റ്ററേസ് റിയാക്ടിവേറ്ററിനകത്ത് പ്രാലിഡോക്സിൻ ക്ലോറൈഡ്. ദെൻ കോളിനർജിക് ബ്ലോക്കിംഗ് ഏജൻസ് വരുന്നുണ്ട്. കോളിനർജിക് ബ്ലോക്കിംഗ് ഏജൻസിനകത്തും കുറെ ഡ്രഗ്സുകൾ വരുന്നുണ്ട്. അതിനകത്ത് സോളനേഷ്യസ് ആൽക്കലോയിഡ്സ് ആൻഡ് അനലോഗ്സ്, അതുപോലെ സിന്തറ്റിക് കോളിനർജിക് ബ്ലോക്കിംഗ് ഏജൻസ് പഠിക്കാനുണ്ട്. ഡ്രഗ്സ് കറസ്പോണ്ടിങ് ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡ്രഗ്സ് ആക്ടിങ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം നമുക്കറിയാം കൂടുതലും സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക്സ്, CNS ബ്രെയിനിൽ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഡ്രഗ്സ് ആണ്. അപ്പം സെഡേറ്റീവ് ആൻഡ് ഹിപ്നോട്ടിക്സിനകത്ത് കൂടുതലും നമുക്കറിയാം ബെൻസോഡൈസപ്പീൻസ് ആണ് വരിക. അപ്പൊ ബെൻസോഡൈസപ്പീന്റെ ഡിഫറെന്റ് ടൈപ്സ് നമുക്കറിയാം. ഡയസപ്പാം, ക്ലോഡൈസപ്പോക്സൈഡ്, പിന്നെ ഓക്സിസപ്പാം, ക്ലോർസപ്പൈറ്റ്, ലോറസെപ്പാം, അങ്ങനെയുള്ള കുറെ ഡ്രഗ്സ് വരുന്നുണ്ട്. പിന്നെ ബെൻസോഡൈസപ്പിൻ അല്ലാണ്ട് വേറൊരു കാറ്റഗറി നമുക്കറിയാം ബാർബിച്ചുറേറ്റ്സ്. അപ്പം ബാർബിച്ചുറേറ്റ് ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ആൽക്കഹോൾ ആൻഡ് ദെയർ കാർബമേറ്റ് ഡെറിവേറ്റീവ്സ്, ദെൻ ആൽഡിഹൈഡ് ആൻഡ് ദെയർ ഡെറിവേറ്റീവ്സ്. അപ്പം ഇതൊക്കെയാണ് ഡ്രഗ്സ് ആക്ടിങ് ഓൺ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഇനി അതിനകത്ത് സെഡേറ്റീവ്സ്, ഹിപ്നോട്ടിക്സ് അല്ലാണ്ട് പിന്നെ വരുന്ന ഒരു CNS റിലേറ്റഡ് ഡ്രഗ് ആണ് ആന്റി സൈക്കോട്ടിക്സ്. നമുക്കറിയാം ആന്റി സൈക്കോട്ടിക്സ് ഒക്കെ നമ്മൾ ഫാർമക്കോളജിയിൽ പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഓരോ കാറ്റഗറി ഓഫ് ഡ്രഗ്, ഫീനോതയസിൻസ് പഠിക്കാനുണ്ട്. അതുപോലെ ലൈക്ക് റിംഗ് അനലോഗ്സ് ഓഫ് ഫീനോതയസിൻസ് പഠിക്കാനുണ്ട്.
പിന്നെ ആന്റി കൺവൾസൻസ് ആണ്. ആന്റി കൺവൾസൻസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ എപ്പിലെപ്സിക്ക് യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ബാർബിറ്റുറേറ്റ്സ് ആയിട്ടുള്ള ഫിനോബാർബിറ്റോൺ വരുന്നുണ്ട്. ഹൈഡൻറ്റോയിൻ, ഫെനിറ്റോയിൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഫെനിറ്റോയിന്റെ ഫുൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫാർമക്കോളജിയിൽ പഠിക്കുന്നത്. ഇവിടെ മെയിൻ ആയിട്ട് അതിന്റെ സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് മീൻസ് അതിനകത്ത് ആ ഒരു സ്ട്രക്ചർ പഠിക്കുമ്പോൾ ഏതൊക്കെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, അത് ഏതൊക്കെ പൊസിഷനിലാണ്, ഏതൊക്കെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഏതൊക്കെ ആക്ടിവിറ്റി ഉണ്ടാവുന്നുള്ളത് തന്നെയാണ് സ്ട്രക്ചർ SARൽ പഠിക്കുക. അപ്പൊ അതാണ് ആന്റി കൺവൾസൻസിന് പഠിക്കുക. പിന്നെ ഓക്സിസോളിഡിൻ ഡയോൺസ് വരുന്നുണ്ട്, സക്സിനമൈഡ്സ് വരുന്നുണ്ട്, യൂറിയ ആൻഡ് മോണോഅസൈൽ യൂറിയാസ്, ബെൻസോഡൈസപ്പീൻസ് ആൻഡ് മിസലേനിയസ് ഡ്രഗ്സ്. നെക്സ്റ്റ് വൺ ജനറൽ അനസ്തെറ്റിക്സ് ആണ്. ജനറൽ അനസ്തെറ്റിക്സിനകത്ത് തന്നെ ഇൻഹലേഷണൽ അനസ്തെറ്റിക്സ് ആയിട്ടുള്ള കുറച്ച് ഡ്രഗ്സ് വരുന്നുണ്ട്. അതിന്റെ ഡ്രഗ്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് അനാൽജസിക്സ്. അപ്പം നാർക്കോട്ടിക് ആൻഡ് നോൺ നാർക്കോട്ടിക് അനാൽജസിക്സിനകത്ത് മെയിൻ ആയിട്ട് മോർഫിൻസ് ആൻഡ് റിലേറ്റഡ് ഡ്രഗ്സ്, അതായത് മോർഫിൻ അനലോഗ്സ്, മോർഫിൻ സൾഫേറ്റ്, കൊഡീൻ, മെപ്പിരിഡിൻ ഹൈഡ്രോക്ലോറൈഡ്, അനിലുറൈഡ് ഹൈഡ്രോക്ലോറൈഡ്, ഡൈഫിനോക്സിലേറ്റ് ഹൈഡ്രോക്ലോറൈഡ്, ലോപ്പറാമൈഡ് ഹൈഡ്രോക്ലോറൈഡ്, ഫെൻറ്റാനിൽ സിട്രേറ്റ്, അങ്ങനെ കുറെ ഡ്രഗ്സ് വരുന്നുണ്ട്. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി, അതുപോലെ അത് മോർഫിൻ ആൻഡ് അനലോഗ്സും പിന്നെ ഇതിന്റെ ആന്റഗോണിസ്റ്റിക് ലൈക് നാൽട്രക്സോൺ, നാലോർഫിൻ, നാലക്സോൺ അങ്ങനെയുള്ള കുറച്ച് ഡ്രഗ്സ് ആണ് ആന്റഗോണിസ്റ്റിക് കാറ്റഗറിയിൽ വരുന്ന. ഇനി ആന്റി ഇൻഫ്ലമേറ്ററി ഏജൻസിനകത്ത് കുറച്ച് ഡ്രഗ് വരുന്നുണ്ട്. സോഡിയം സാലിസിലേറ്റ്, ആസ്പിരിൻ, മെഫനമിക് ആസിഡ്, മെക്ലോഫെനാമേറ്റ്, ഇൻഡോമെത്താസിൻ, സുലിൻഡാക്, ഡൈക്ലോഫിന, കീറ്ററോളാക്, ഇബുപ്രൂഫിൻ, നാപ്രോക്സൈൻ, പിറോക്സിക്കാം, ഫിനാസെറ്റിൻ, അസിറ്റാമിനോഫെൻ, ഫിനാൽബ്യൂട്ടസോൺ എക്സെട്ര. ദെൻ ആന്റി ഹിസ്റ്റമിനിക് ഏജൻസിനകത്ത് H1 ആന്റഗോണിസ്റ്റും വരുന്നുണ്ട്, അതുപോലെ H2 ആന്റഗോണിസ്റ്റും വരുന്നുണ്ട്. ഇനി H1 ആന്റഗോണിസ്റ്റിനകത്ത് ഡൈഫിൻ ഹൈഡ്രാമീൻ ഹൈഡ്രോക്ലോറൈഡ്, ഡൈമിൻ ഹൈഡ്രോനേറ്റ്, കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. H2 ആന്റഗോണിസ്റ്റിനകത്ത് മെയിൻ ആയിട്ട് സിമെറ്റിഡിൻ, ഫാമോറ്റിഡിൻ, റാനിറ്റിഡിൻ, ഗ്യാസ്ട്രിക് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ലൈക്ക് ഒമിപ്രസോൾ, പാൻഡോപ്രസോൾ, റാബിപ്രസോൾ, ലാൻസോപ്രസോൾ എക്സെട്ര. നെക്സ്റ്റ് വൺ ആന്റി നിയോപ്ലാസ്റ്റിക് ഏജൻസ്. നമുക്കറിയാം ആന്റി ക്യാൻസർ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്. ഇപ്പോൾ ഒരു വാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഫാർമക്കോളജിയിൽ ഉള്ളത്. അതുപോലെ തന്നെയാണ് മെഡിസിനൽ കെമിസ്ട്രിയിലും വരുന്ന ആൽക്കലൈറ്റിംഗ് ഏജൻസ് വരുന്നുണ്ട്, ആന്റി മെറ്റബോളൈറ്റ്സ് വരുന്നുണ്ട്, ദെൻ antibiotics, then plant products and miscellaneous agents. Next one anti-anginal drugs. Anti-anginal നകത്ത് vasodilators വരുന്നുണ്ട്. vasodilators വരുന്ന ഡ്രഗ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ കാൽഷ്യം ചാനൽ ബ്ലോക്കർ വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഡയൂറിറ്റിക്സ്. ഡയൂറിറ്റിക്സിനകത്തും അതുപോലെ നമുക്കറിയാം കുറെ ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, പൊട്ടാഷ്യം സ്പാരിങ്, ലൂപ്പ് സ്പാരിങ്, അങ്ങനെ കുറെ. പക്ഷെ കുറച്ചുകൂടി കെമിക്കൽ റേറ്റ് വരുമ്പോൾ അതിന്റെ സെയിം സാധനം തന്നെ ഈ പറയുന്നത്, അതായത് SAR തന്നെ കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റർ, അതുപോലെ ലൂപ്പ് ഡയൂറിറ്റിക്സ്, പൊട്ടാഷ്യം സ്പാരിങ് ഡയൂറിറ്റിക്സ്, അതുപോലെ ഓസ്മോട്ടിക് ഡയൂറിറ്റിക്സ് ഒക്കെയാണ് ഡയൂറിറ്റിക്സിനകത്ത് വരുമ്പോൾ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ്. ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസിനകത്ത് കാറ്റഗറി ഓഫ് ഡ്രഗ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഓരോ ഡ്രഗിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. പിന്നെ ആന്റി അരിത്തമിക് ഡ്രഗ്സ്. ആന്റി അരിത്തമിക് ഡ്രഗ്സിനകത്ത് നമുക്കറിയാം ഓരോ ക്ലാസ്സിൽ ആക്ട് ചെയ്യുന്ന ലൈക്ക് ക്ലാസ് 1A, ക്ലാസ് 1B, ക്ലാസ് 2, ക്ലാസ് അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് കാറ്റഗറി വരുന്നുണ്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഫാർമക്കോളജിക്കൽ രീതിയിൽ പോകണ്ട. ഡ്രഗ്സിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് സ്ട്രക്ചറൽ ആക്ടിവിറ്റി റിലേഷൻഷിപ്പ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ആന്റി ഹൈപ്പർ ലിപ്പിഡമിക് ഏജൻസിനകത്ത് കുറച്ച് ഡ്രഗ്സ് ഉണ്ട്, അതായത് നമ്മുടെ ലിപ്പിഡ് ലോവറിംഗ് ഡ്രഗ്സ്, സ്റ്റാറ്റിൻസ് ഒക്കെയാണ് കൂടുതൽ ഇവിടെ നോക്കാനുള്ളത്. അതുപോലെ കൊയാഗുലൻസ് ആൻഡ് ആന്റി കൊയാഗുലൻസ് വരുന്നുണ്ട്. Then drugs used in CHF, congestive heart failure. The next portion is drugs acting on the endocrine system. അതായത് ഓരോ സ്റ്റിറോയിഡ്സിന്റെ nomenclature, then the stereochemistry and metabolism of steroids like then sex hormones, then testosterone, nandrolone, progesterone, ostriol, estradiol, estrione, diethyl stilbestrol, then the drugs for erectile dysfunction like sildenafil and tadalafil, then oral contraceptives like mifepristone, norgestrel, levonorgestrel, then corticosteroids like cortisone, hydrocortisone, prednisolone, betamethasone and dexamethasone. Then thyroid and anti-thyroid drugs like L-thyroxine, L-thyronine, propylthiouracil and methimazole. പിന്നെ ആന്റി ഡയബറ്റിക് ഏജൻസ് ആയിട്ടുള്ള ഇൻസുലിനും അതുപോലെ അതിന്റെ പ്രിപ്പറേഷൻസും പഠിക്കാനുണ്ട്. പിന്നെ ആന്റി ഡയബറ്റിക് കുറച്ച് ഡ്രഗ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ലൈക്ക് സൾഫോണിൽ യൂറിയാൽ, ബൈഗ്വാനേറ്റ്സ്, മെഗ്ലിറ്റനൈഡ്സ് എക്സെട്ര. അതിന്റെ ഓരോ ടൈപ്പ് ഓഫ് ഡ്രഗിനെ പറ്റിയും പഠിക്കാനുണ്ട്.
Then next one, local anesthetics. Local anesthetics-നകത്ത് നമുക്കറിയാം benzoic acid derivatives, അതുപോലെ amino benzoic acid derivatives, then lidocaine or anilide derivatives and miscellaneous drugs. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനും വരുന്ന ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡ്രഗ്സിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വൺ ആന്റിബയോട്ടിക്സ്. ആന്റിബയോട്ടിക്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ ഹിസ്റ്ററി, അതുപോലെ തന്നെ നോമൻക്ലേച്ചർ, അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി, അതിന്റെ SAR, പിന്നെ കെമിക്കൽ ഡീഗ്രഡേഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻറ്റ് പ്രോഡക്ട്സ് ഓഫ് ദി following classes like beta lactam antibiotics and penicillin, cephalosporin പഠിക്കാനുണ്ട്. പിന്നെ ലാക്ടമേസ് ഇൻഹിബിറ്റേഴ്സ് നമുക്കറിയാം, ക്ലാവുലിനിക് ആസിഡ് എക്സെട്ര. പിന്നെ മോണോബാക്ടംസ് ആയിട്ടുള്ള drugs, aminoglycosides like streptomycin, neomycin, kanamycin, tetracycline derivatives like oxytetracycline, അതുപോലെ chlortetracycline, minocycline, doxycycline, macrolide antibiotics like erythromycin, clarithromycin, azithromycin, and finally miscellaneous drugs like chloramphenicol and clindamycin. ഇനി പ്രോഡക്ട്സിനകത്ത് പ്രോഡക്റ്റ് കൺസെപ്റ്റ്, അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും, അതുപോലെ പ്രോഡക്റ്റ് ഡിസൈൻ്റെ ആപ്ലിക്കേഷൻസ്. പിന്നെ ആന്റി മലേറിയൽസിലേക്ക് വരുമ്പം ക്വിനോളിൻസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡ്രഗ്സ്. ദെൻ ആന്റി ട്യൂബർക്കുലർ ഏജൻസിനകത്തും ഓരോ ട്യൂബർക്കുലർ ഡ്രഗ്സിന്റെ സ്ട്രക്ചറും അതുപോലെ ചിലതിന്റെ സിന്തസിസും നമുക്ക് നോക്കാനുണ്ട്. ഐസോണിയാസിഡ്, എത്തിയോണമൈഡ്, എത്താംബ്യൂട്ടോൾ, പൈറാസിനമൈഡ്, പാരാമിനോ സാലിസിലിക് ആസിഡ് എക്സെട്ര. അതുപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, UTIക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ആന്റിബയോട്ടിക്സിന് കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. ആ കാറ്റഗറി ഓഫ് ഡ്രഗ്സിന്റെയും SAR പഠിക്കാനുണ്ട്. ദെൻ ആന്റി വൈറൽ ഏജൻസിന്റെ ഡ്രഗ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആന്റി ഫംഗൽ, ഫാർമക്കോളജി എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മെഡിസിനൽ കെമിസ്ട്രിയിലും വരുന്നത്, അതേ കാറ്റഗറി ഓഫ് ഡ്രഗ്സ് തന്നെയാണ് വരുന്നത്. Then anti-protozoal agents, anti-helminthics, then sulfonamides and sulfons. Sulfonamides കുറച്ച് ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് വരുന്നുണ്ട്, ലൈക്ക് സൾഫാമെത്തിസോൾ, സൾഫോക്സിസോൾ, സൾഫാമെത്തസിൻ, സൾഫാസിറ്റമൈഡ്, സൾഫാപൈപ്പിരിഡിൻ, സൾഫാമെത്തോക്സിസോൾ, സൾഫാഡയസിൻ, മെഫിനൈഡ് അസറ്റൈഡ്, സൾഫാസാലസിൻ, then folate reductase inhibitors like trimethoprim, കോട്രിമോക്സിസോൾ ആൻഡ് സൾഫോൺസ് ലൈക്ക് ഡാപ്സോൺ. ഇതിന്റെ ഒരു സൾഫോണമൈഡ്സിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റും അതിന്റെ ഒരു ജനറൽ സിന്തസിസും അതുപോലെ കെമിസ്ട്രി ആൻഡ് ക്ലാസിഫിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് വൺ, ഇൻട്രൊഡക്ഷൻ ടു ഡ്രഗ് ഡിസൈൻ. ഡ്രഗ് ഡിസൈനകത്ത് കുറച്ച് കൺസെപ്റ്റിനെ പറ്റി പഠിക്കാനുണ്ട്, ലൈക്ക് QSAR അപ്രോച്ച്, അതുപോലെ ഹാമെറ്റ്സ് ഇലക്ട്രോണിക് പാരാമീറ്റർ, ടാബ് സ്റ്റെറിക് പാരാമീറ്റർ, ഹാൻഡ് അനാലിസിസ്, ഫാർമക്കോഫോർ മോഡലിംഗ് ആൻഡ് ഡോക്കിംഗ് ടെക്നിക്സ്. ഇത്രയും കാര്യങ്ങളാണ് ഡ്രഗ് ഡിസൈനിൽ പഠിക്കാനുള്ളത്. കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രിയിൽ കൺസെപ്റ്റ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് കോമ്പിനേറ്റോറിയൽ കെമിസ്ട്രി, സോളിഡ് ഫേസ് ആൻഡ് സൊല്യൂഷൻ ഫേസ് സിന്തസിസ്. Then instrumental methods of analysisനകത്ത് UV visible spectroscopy, അതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസിഷൻസ് ഉണ്ട്. പിന്നെ ക്രോമോഫോഴ്സ്, ഓക്സോക്രോം, പിന്നെ ഷിഫ്റ്റ് ഉണ്ട്, അതുപോലെ ബിയർ ലാംബേർട്സ് ലോ, അതൊക്കെയാണ് മെയിൻ ആയിട്ട് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോർഷൻസ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിറ്റക്ടേഴ്സ്, അതുപോലെ സാമ്പിൾ സെൽസ്, ഡിറ്റക്ടേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആപ്ലിക്കേഷൻസ്. ഇത്രയാണ് UV സ്പെക്ട്രോസ്കോപ്പിൽ UV വിസിബിളിനകത്ത് പഠിക്കാനുള്ള. ഫ്ലൂറിമെട്രിയുടേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടും ആ ഒരു സ്റ്റേറ്റ്, സിംഗ്ലെറ്റ്, ഡബ്ലെറ്റ്, ട്രിപ്ലെറ്റ് സ്റ്റേറ്റുകൾ, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫ്ലൂറസൻസ്, അതുപോലെ ക്വെഞ്ചിങ്, ഇൻസ്ട്രുമെന്റേഷൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ്, ഇത്രയാണ് ഫ്ലൂറിമെട്രിയിൽ പഠിക്കാനുള്ളത്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിയിൽ മെയിൻ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൈബ്രേഷൻസ് ഉണ്ട്, ലൈക്ക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ, അങ്ങനെ കുറെ വൈബ്രേഷൻസ് പഠിക്കാനുണ്ട്. അപ്പൊ വൈബ്രേഷൻസിനെ പറ്റി അറിഞ്ഞിരിക്കുക, അതുപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് വൈബ്രേഷൻ. പിന്നെ അവിടെയാണെങ്കിലും ഇൻസ്ട്രുമെന്റേഷൻ, നമ്മൾ ഏതൊരു അനാസിലേക്ക് ഇപ്പം UV ആയിക്കൊള്ളട്ടെ, ഫ്ലൂറി ആയിക്കൊള്ളട്ടെ, അതുപോലെ IR ആയിക്കോട്ടെ, എവിടെയും അതിന്റെ ഫുൾ ആയിട്ട് ഇൻസ്ട്രുമെന്റ് പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് ഓഫ് ലൈറ്റ്, അതുപോലെ അതിന്റെ ഡിറ്റക്ടർ ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ഫ്ലെയിം ഫോട്ടോമെട്രിയുടെ അകത്താണെങ്കിലും പ്രിൻസിപ്പിൾ, ഇന്റർഫറൻസസ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെയുള്ള ഒരു പോർഷനാണ് ആറ്റോമിക് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി. അവിടെയും സെയിം കാര്യങ്ങൾ തന്നെ, പ്രിൻസിപ്പിൾ, ഇന്റർഫറൻസ്, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് ആപ്ലിക്കേഷൻസ്. പിന്നെ നെഫ്ലോ ടർബിഡിമെട്രിയുടെ അകത്ത് പ്രിൻസിപ്പിളും ഇൻസ്ട്രുമെന്റേഷനും ആപ്ലിക്കേഷൻസും നോക്കാനുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു, അതുപോലെ നമ്മൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി ലിപ്പിഡ് മെറ്റബോൾസ് ആണ്. ലിപ്പിഡ് മെറ്റബോൾസ് ആണെങ്കിലും ഓരോ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിന്റെയും അതുപോലെ കീറ്റോൺ ബോഡീസിന്റെ അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് ഓരോന്നിന്റെയും കുറെ കെമിക്കൽ പാത്വേസ് ആണ് ഇത് വരുന്നത്. ഓക്സിഡേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഏതെങ്കിലത്തിന്റെ ഫോർമേഷൻ ആയിരിക്കാം, ബ്രേക്ക് ഡൗൺ ആയിരിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ പോർഷനൊക്കെയാണ് ഇവിടെ ലിപ്പിഡ് മെറ്റബോളിസത്തിൽ വരുന്നത്.
പിന്നെ അമിനോ ആസിഡ് മെറ്റബോളിസം ഇവിടെ അങ്ങനെ തന്നെ ട്രാൻസമിനേഷൻ, ഡീഅമിനേഷൻ, ഡീകാർബോക്സിലേഷൻ, യൂറിയ സൈക്കിൾ, പിന്നെ അതുപോലെ അതിന്റെ ഡിസോർഡേഴ്സ്, കുറച്ച് ഡിസോർഡേഴ്സിനെ പറ്റി ഇവിടെ പഠിക്കുന്നുണ്ട്. മീൻസ് ലൈക്ക് ഒരു പാത്വേന്റെ ഒരു പ്രോബ്ലം കൊണ്ട് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി, ഏതെങ്കിലും എൻസൈമിന്റെ ഡെഫിഷ്യൻസി വഴി ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ്. പിന്നെ അതുപോലെ കാറ്റബോളിസം ഓഫ് ഫിനൈൽ അലാനിൻ ആൻഡ് ടൈറോസിൻ ആൻഡ് ദെയർ മെറ്റബോളിക് ഡിസോർഡേഴ്സ്. ദെൻ ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം ഇവിടെയാണെങ്കിലും ജനറ്റിക് ഇൻഫോർമേഷൻ ട്രാൻസ്ഫർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അടുത്തതായിട്ടുള്ളത് ഇൻട്രൊഡക്ഷൻ ടു ക്രോമാറ്റോഗ്രഫി ലൈക്ക് അഡ്സോർപ്ഷൻ, പാർട്ടീഷൻ, കോളം ക്രോമാറ്റോഗ്രഫി എക്സെട്ര. പിന്നെ അതിനകത്ത് തന്നെ ലൈക്ക് തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി വരുന്നുണ്ട്. ക്രോമാറ്റോഗ്രഫിയുടെ തന്നെ കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോമാറ്റോഗ്രഫി, തിൻ ലെയർ ക്രോമാറ്റോഗ്രഫി, ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി, പേപ്പർ ക്രോമാറ്റോഗ്രഫി, ദെൻ ഇലക്ട്രോഫോറസിസ്, അതുപോലെ അതിനകത്താണെങ്കിൽ തന്നെ പേപ്പർ ജെൽ, കാപ്പിലറി ഇലക്ട്രോഫോറസിസ് വരുന്നുണ്ട്. പിന്നെ ഗ്യാസ് ക്രോമാറ്റോഗ്രഫി, ഇൻസ്ട്രുമെന്റേഷൻ നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഹൈ പെർഫോമൻസ് ലിക്വിഡ് ക്രോമാറ്റോഗ്രഫി, ദെൻ അയൺ എക്സ്ചേഞ്ച് ക്രോമാറ്റോഗ്രഫി, ജെൽ ഫിൽട്രേഷൻ ക്രോമാറ്റോഗ്രഫി, അഫിനിറ്റി ക്രോമാറ്റോഗ്രഫി. Next, coming to the industrial pharmacy novel. അടുത്ത 8th മൊഡ്യൂൾ ആണ് ഇൻഡസ്ട്രിയൽ ഫാർമസി, നോവൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക്നോളജി. ഇൻഡസ്ട്രിയൽ ഫാർമസിയുടെ അകത്ത് മെയിൻ ആയിട്ടും ടെക്നോളജി ഡെവലപ്മെന്റ് ആൻഡ് ട്രാൻസ്ഫർ, കുറെ ടെർമിനോളജീസ് അതുപോലെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ദെൻ റെഗുലേറ്ററി അഫയേഴ്സ്, അതിനകത്താണെങ്കിലും ഇൻട്രൊഡക്ഷൻ, ഹിസ്റ്റോറിക്കൽ ഓവർവ്യൂ ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ്, റെഗുലേറ്ററി അതോറിറ്റീസ്, റോൾ ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ്, ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് റെഗുലേറ്ററി അഫയേഴ്സ് എക്സെട്ര. കുറച്ച് റെഗുലേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ദെൻ Indian regulatory requirements like Central Drug Standard Control Organization, State Licensing Authority, അതിന്റെ ഓർഗനൈസേഷൻ, പിന്നെ കോമൺ ടെക്നിക്കൽ ഡോക്യുമെന്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ്, റെഗുലേറ്ററി റിക്വയർമെന്റ്സ്, അപ്രൂവൽ പ്രൊസീജിയേഴ്സ് ഫോർ ന്യൂ ഡ്രഗ്സ്. ഇത്രയാണ് ഇന്ത്യൻ റെഗുലേറ്ററി റിക്വയർമെന്റ്സിൽ വരിക. ദെൻ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജിയുടെ അകത്ത് എൻസൈം ബയോടെക്നോളജി, ഓരോ ഡിഫറെന്റ് ടൈപ്സ് മെത്തേഡ്സ് ഓഫ് എൻസൈം ഇമ്മൊബിലൈസേഷൻ, അതിന്റെ ആപ്ലിക്കേഷനും, ബയോസെൻസസ്, പിന്നെ യൂസ് ഓഫ് മൈക്രോബ്സ് ഇൻ ഇൻഡസ്ട്രി, ഏതൊക്കെ രീതിയിൽ നമുക്ക് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എൻസൈം കൊടുത്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നോക്കേണ്ടത്. അതുപോലെ തന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗിനെ പറ്റി ഒരു ബേസിക് കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. The next one is study of cloning vectors. കുറെ നമുക്കറിയാം, നമ്മൾ ജനറ്റിക് റിലേറ്റഡ് നോക്കുമ്പോൾ കുറെ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, DNA ലീക്കേജ്, റീകോമ്പിനന്റ് DNA ടെക്നോളജി, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കുക. പിന്നെ അതുപോലെ തന്നെ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് എങ്ങനെ ലൈക്ക് റീകോമ്പിനന്റ് DNA ടെക്നോളജിയും ജനറ്റിക് എഞ്ചിനീയറിംഗും എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, ഏതൊക്കെ ഇതിനകത്ത് ഇന്റർഫെറോൺസ്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ, ഇൻസുലിൻ ഹോർമോൺ, ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ടു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ, ദെൻ ടൈപ്സ് ഓഫ് ഇമ്മ്യൂണിറ്റി ലൈക്ക് ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി, സെല്ലുലാർ ഇമ്മ്യൂണിറ്റി, then structure and function of MHC, then general method of the preparation of bacterial vaccine, toxoids, viral vaccine, antitoxins, serum immunoblood derivatives and other products, then the storage conditions and stability of official vaccines, then hybridoma technology etc. Then immunoblotting techniques like ELISA, Western blotting, Southern blotting, പിന്നെ അതുപോലെ microbial genetics including transformation, transduction, conjugation, plasmids and transposons, പിന്നെ അതുപോലെ mutation, different types of mutations, mutantsum, അതുപോലെ fermentation methods, പിന്നെ ഓരോ types of mediaനെ പറ്റി, culture mediaനെ പറ്റിയും അതുപോലെ യൂസ് ചെയ്യുന്ന equipmentsനെ പറ്റിയും, then sterilization methods, aeration process, stirring, അതുപോലെ നമുക്ക് കുറച്ച് സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റി, ഏതൊക്കെയാണ് പെൻസിലിൻ, സിട്രിക് ആസിഡ്, വൈറ്റമിൻ B12, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്രിസിയോഫൾവിൻ. Then novel drug delivery system micro encapsulation, NDDS എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡ്രഗ് ഡെലിവറി ടൈപ്പ് ടെക്നിക്സ് ആണ്. മൈക്രോ എൻകാപ്സുലേഷൻ, അതിന്റെ ഡെഫിനിഷൻ, പിന്നെ അതുപോലെ മൈക്രോ സ്പിയേഴ്സിനെ പറ്റി, മൈക്രോ ക്യാപ്സ്യൂൾസിനെ പറ്റി, പിന്നെ അതുപോലെ ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റത്തിനകത്തേക്ക് വരുമ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ. ദെൻ പെർമിയേഷൻ ത്രൂ സ്കിൻ, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ പെർമിയേഷൻ, ബേസിക് കമ്പോണൻസ് ഓഫ് ട്രാൻസ്ഡെർമൽ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, ദെൻ നാനോ ടെക്നോളജി ആൻഡ് ഇറ്റ്സ് കൺസെപ്റ്റ്സ്. ദെൻ ഫോർത്ത് വൺ ഇസ് അബൌട്ട് ഓക്യുലർ ഡ്രഗ് ഡെലിവറി സിസ്റ്റം, like ophthalmic related ആയിട്ടുള്ള പോയിന്റ്സ് ആണ് വരിക. ദെൻ മൊഡ്യൂൾ 9 നമ്മൾ പറയുന്നത് ഫാർമസി പ്രാക്ടീസ്, സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് ഫാർമസി, ഫാർമസ്യൂട്ടിക്കൽ ക്വാളിറ്റി അഷുറൻസ്.
സോ ഫാർമസി പ്രാക്ടീസിലേക്ക് വരുമ്പം ഹോസ്പിറ്റൽ ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ. സോ നമുക്കറിയാം ഹോസ്പിറ്റൽസിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ഹോസ്പിറ്റൽസ്, പിന്നെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ക്ലിനിക്കൽ ആൻഡ് നോൺ ക്ലിനിക്കൽ ബേസിസ്, പിന്നെ ഒരു ഓർഗനൈസേഷൻ, അതായത് ഹോസ്പിറ്റലിന്റെ സ്ട്രക്ചർ, ദ മെഡിക്കൽ സ്റ്റാഫ് ഇൻവോൾവ് ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് ദ ഫംഗ്ഷൻസ്. പിന്നെ സെക്കൻഡ് യൂണിറ്റ് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഫാർമസി ആൻഡ് ഇറ്റ്സ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പറഞ്ഞ പോലെ തന്നെ ഡെഫിനിഷൻ വരുന്നുണ്ടെങ്കിൽ ഡെഫിനിഷൻസ്, അതുപോലെ ഫാർമസി അതിന്റെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, സ്റ്റാഫ് റിക്വയർമെന്റ്സ് ഏതൊക്കെയാണ്, ഓരോരുത്തരുടെയും responsibilities. Third one, drug distribution system in a hospital, like dispensing of drugs like inpatients, adupole outpatient, charging policy, labeling, then the dispensing of drugs or dispensing of controlled drugs, etc. ഇനി അടുത്തെന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ ഫോർമുലറി. ഇവിടെയും എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ഹോസ്പിറ്റൽ ഫോർമുലയുടെ വരുന്നത്? The drug list, preparation and revision, addition and deletion of drug from the hospital formulary. The fifth unit is about the pharmacy and therapeutics committee. കമ്മിറ്റികളെല്ലാം പഠിക്കുമ്പോൾ അതിന്റെ ഒരു ഓർഗനൈസേഷൻ ആരൊക്കെ വരുന്നുണ്ട്, പിന്നെ ഫങ്ഷൻസ്, അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ ആ ഒരു കമ്മിറ്റിന്റെ പോളിസീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. Then coming to the clinical pharmacy, then the concept of clinical pharmacy, functions and responsibilities of clinical pharmacists, then the drug therapy monitoring, etc. പിന്നെ patient medication history interview, then therapeutic drug monitoring, then the medication adherence, like the causes of medication non-adherence, pharmacist role in the medication adherence and monitoring of patient medication adherence, then the rational use of drugs, അതിനകത്ത് main ആയിട്ടും rational use of injections, antibiotics, OTC drugs, sale of this OTC drugs, etc. Then coming to the community pharmacy, അതുപോലെ retail and wholesale drug store ന്റെ organization, അതുപോലെ അവരുടെ structure, പിന്നെ അതുപോലെ legal requirements for starting a drug store, പിന്നെ dispensing of proprietary products, maintenance of records of retail and wholesale drug store. Then coming to the drug store management and inventory control, main item stocked and storage conditions, the types of materials, the organization of drug store, then the purchase and inventory control, purchase procedure, purchase order, procurement and stocking, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡ്രഗ് സ്റ്റോർ മാനേജ്മെന്റിലും ഇൻവെന്ററി കൺട്രോളും വരുന്നത്. Social and preventive pharmacy, preventive medicines, then like general principles of prevention and control of diseases such as cholera, SARS, Ebola virus, influenza, acute respiratory infection, malaria, chikungunya, dengue, lymphatic filariasis, pneumonia, hypertension, diabetes mellitus, cancer, drug addiction and the drug substance abuse. Then coming to the national health programs, kore national health awareness programs ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ടുള്ള യൂണിറ്റ് ആണ് സെക്കൻഡ് യൂണിറ്റ്. Then third one, national health intervention program for mother and child, then the family welfare program, national tobacco control program, national malaria prevention program, then program for the healthcare for the elderly, social health program, the role of World Health Organization in the Indian national program. Next, coming to the pharmaceutical quality assurance, first unit എന്ന് പറഞ്ഞാൽ quality assurance and quality management concepts ആണ്. അതിനകത്ത് വരുന്ന ഡെഫിനിഷൻസും അതുപോലെ കൺസെപ്റ്റ്സ്, then മെയിൻ ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കുറെ ഗൈഡ് ലൈൻസ് വരുന്നുണ്ട്. ദെൻ ദ ക്വാളിറ്റി ബൈ ഡിസൈൻ QBD അതിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ അതിനകത്തുള്ള എലമെന്റ്സ്, ദെൻ ദ ടൂൾസ്, ISO 9000, ദെൻ overview, benefits, elements, steps for registration, accreditation, principles and procedures. Then coming to the biopharmaceutics and pharmacokinetics, pharmaceutical microbiology and research methodology and biostatics. So in this module bioavailability and bioequivalent studies നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ pharmacokinetics, കുറെ കമ്പാർട്ട്മെന്റ് മോഡൽസ്, നോൺ കമ്പാർട്ട്മെന്റ് മോഡൽസ്, അതുപോലെയുള്ള കാര്യങ്ങൾ. പിന്നെ മൾട്ടി കമ്പാർട്ട്മെന്റ് മോഡൽസ്, അതായത് 2 കമ്പാർട്ട്മെന്റ് ഓപ്പൺ മോഡൽ, IV bolus dosage, IV bolus multiple dosage regimens like repetitive intravenous injection, 1 compartment open model, then repetitive in extravascular dosing, etc. പിന്നെ pharmaceutical microbiology വരുമ്പം ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ യൂസിങ് സ്റ്റെയിനിങ് ടെക്നിക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റെയിനിങ് ടെക്നിക്സ് ഉണ്ട്, അതും അതുപോലെ ബയോകെമിക്കൽ ടെസ്റ്റ്, പിന്നെ അതിനകത്ത് വരുന്ന പ്രിൻസിപ്പിൾ, പ്രൊസീജിയേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ്, etc. Then study on morphology and classification, the method of reproduction or replication and cultivation of fungi and virus, പിന്നെ അതുപോലെ അവരുടെ ക്ലാസിഫിക്കേഷൻ, ഡിസിൻഫെക്റ്റൻസിന്റെ മോഡ് ഓഫ് ആക്ഷൻ, പിന്നെ ഏതൊക്കെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, factors are influencing the disinfection, antiseptics and their evaluation for bacteriostatic and bactericidal action, അതുപോലെ ഇതിന്റെ evaluation, പിന്നെ sterility testing of products according to IP, then designing of aseptic area, laminar flow equipments, അതുപോലെ അതിന്റെ principles and methods of microbiological assay,
ദെൻ ആന്റിബയോട്ടിക്സ്, വൈറ്റമിൻസ്, അമിനോ ആസിഡ്സിന്റെ ഒക്കെ സ്റ്റാൻഡർഡൈസേഷൻ മെത്തേഡ്സ്, പിന്നെ അതുപോലെ നോൺ ലീനിയർ ഫാർമക്കോകൈനറ്റിക്സ്, മൈക്കിൾസ് മെന്റൻസ് ഇക്വേഷൻസ് ഒക്കെ വരുന്ന അതിനകത്താണ്. ദെൻ ഫൈനലി റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിക്സ്. ഇതിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡേറ്റനെ പറ്റി നമുക്ക് പഠിക്കണം, ഡേറ്റ കളക്ഷൻ, അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു എപ്പിഡെമിയോളജിക്കൽ മെത്തേഡ്സ്, അതായത് ഏതൊക്കെ എത്ര ടൈപ്പ് എപ്പിഡെമിയോളജിക്കൽ സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റഡി ഡിസൈൻസ് നമുക്ക് അതിനകത്ത് നോക്കാനുണ്ട്. പിന്നെ ബയോസ്റ്റാറ്റിക്സിനകത്ത് അതിന്റെ ഡെഫിനിഷനും അതിന്റെ ആപ്ലിക്കേഷൻസും ഡിഫറെന്റ് ടൈപ്സ് ലൈക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് വരുന്നുണ്ട്, പിന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, പിന്നെ അതുപോലെ തന്നെ സാമ്പിൾ സൈസ്, അതുപോലെ അത് സാമ്പിളിങ്ങിന്റെ നീഡ് എന്താണ്, അതുപോലെ പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്സ്. Then finally to the research question and hypothesis, ഒരു ഗുഡ് ഹൈപ്പോത്തിസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, പിന്നെ അതുപോലെ പി വാല്യൂ, അതുപോലെ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 എറേഴ്സ്, ടെസ്റ്റ് ഫോർ സിഗ്നിഫിക്കൻസ്, പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പാരാമെട്രിക് ടെസ്റ്റ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്, അതുപോലെ ഇന്റർപ്രിറ്റേഷൻ ഓഫ് റിസൾട്ട്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ ബയോസ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് അനലിസ്റ്റ് ഗ്രേഡ് 3 അനലിസ്റ്റ് എക്സാമിന് വന്നിട്ടുള്ള സിലബസ്. അപ്പം വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിലബസ് ആദ്യം തറോ ആയിട്ട് എല്ലാവരും ഒരു ഐഡിയ, സിലബസിന്റെ ഒരു ഐഡിയ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഓരോരോ പോർഷൻ വൈസ് പഠിച്ചു പോവുക. എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്.